അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ റമളാനിലുടനീളം നാം അനുഷ്ഠിച്ച എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പരിപൂർണമായ രൂപത്തിൽ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. വാക്കിലോ നോക്കിലോ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർവശക്തനായ പടച്ച റബ്ബ് അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ റമളാൻ യാത്ര ചോദിക്കാനുള്ള ഒരുക്കത്തിലാണ്. 25ാമത്തെ നോമ്പാണ് ഇന്ന് നമ്മൾ പൂർത്തിയാക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി എത്രയാണ് ബാക്കി ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് റമളാൻ 29-ന് ചന്ദ്രപ്പിറവി ഉണ്ടായിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കണം എന്നാണ്. ചന്ദ്രപ്പിറവി കണ്ടാൽ പിറ്റേ ദിവസം ഷവ്വാൽ 1 ഈദുൽ ഫിത്തർ ആയിരിക്കും. അതനുസരിച്ച് അടുത്ത വ്യാഴാഴ്ച 29ാമത്തെ നോമ്പിൻ്റെ അന്ന് നമ്മൾ മാസപ്പിറവി നിരീക്ഷിക്കും. എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ പിറ്റേ ദിവസം പെരുന്നാളാണ്. ഈ റമളാൻ 29-ൽ അവസാനിക്കും. 29 വ്യാഴാഴ്ച അഥവാ മാർച്ച് 19 അന്ന് സൂര്യാസ്തമയത്തിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റോളം ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ചന്ദ്രപ്പിറവി കാണാൻ ഏറെ സാധ്യതയുള്ള ദിവസമാണെന്ന്. അങ്ങനെയാവുമ്പോൾ 29-ൽ അവസാനിക്കുന്ന ഈ റമളാൻ നമുക്ക് വെള്ളിയാഴ്ച ഈദുൽ ഫിത്തർ ആയിരിക്കും. എന്തായിരുന്നാലും 2-3 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ആ ദിവസങ്ങളെ കൂടുതൽ ഊർജത്തോടുകൂടിയും ആർജവത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും ഉപയോഗപ്പെടുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ അവസാനത്തെ 5 മിനിറ്റിൽ നടക്കുന്ന ഒരു മരണക്കളിയുണ്ട്. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളെ ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ചും രാത്രികളെ ഹയാത്താക്കി ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെച്ച് ലൈലത്തുൽ ഖദ്റൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒരു അസുലഭമായ സുന്ദരമായ റമളാനായി ഈ റമളാനിനെ മാറ്റേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്ത് പലതരത്തിലുള്ള ജീവികൾ ജീവിക്കുന്നുണ്ട്. ജീവികളും സസ്യങ്ങളും
അങ്ങനെ പല അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. ഈ ജീവികളൊക്കെ ഒന്ന് മറ്റൊന്നിന് ഗുണം ചെയ്യുന്ന രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോന്നിനും ഈ ഭൂമിയിൽ ഓരോ ദൗത്യങ്ങളുണ്ട്. ഒന്നും വെറുതെ അല്ല. സാധാരണ പറയാറുണ്ട്, തവളകൾ ഇല്ലാതായാൽ മനുഷ്യന്മാർ പട്ടിണി കിടന്ന് മരിക്കും അത്രേ. അവ മനുഷ്യന്മാർ തവളകളെ തിന്നല്ല ജീവിക്കാറ്. പിന്നെ എവിടെയാണ് തവളയും മനുഷ്യരും ബന്ധപ്പെടുന്നത് അറിയും? കൃഷിയിടങ്ങളിൽ, ഗോതമ്പ് പാടങ്ങളിൽ, നെൽപ്പാടങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രാണികളെ ഈ തവളകളാണ് തിന്ന് നശിപ്പിക്കുന്നത്. ആ തവളകളില്ലെങ്കിൽ ആ പ്രാണികൾ കൃഷിയെ നശിപ്പിക്കും, മനുഷ്യൻ പട്ടിണിയിലാവും. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരസ്യം കണ്ടില്ല നിങ്ങൾ? ഒരാന ഒരു കടുവക്ക് കൊട പിടിച്ചു നിൽക്കുന്ന ഒരു പരസ്യമുണ്ട്, ഒരു ചിത്രം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരാളോട് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി എന്താ പറയുക? ലോകത്തിലെ മനുഷ്യന്റെ ജീവിതം സമാധാനപൂർണമാവണമെങ്കിൽ കടുവകൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം എന്നാണ്. നമുക്ക് കടുവനെ പേടിയാണ്. പുലി ഇറങ്ങി, കടുവ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യൻ പുറത്തിറങ്ങൂല. പക്ഷേ വനപ്രദേശങ്ങളിൽ പാർക്കുന്ന സസ്യഭുക്കുകളായ ജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് ഈ കടുവകളാണ്. കടുവകൾ ഇല്ലാതായാൽ ഈ സസ്യഭുക്കുകളായ ജീവികൾ എണ്ണം കൂടി ഭക്ഷണം കിട്ടാതെ മരങ്ങളൊക്കെ കാർന്നു തിന്ന് അവസാനം മരങ്ങളൊക്കെ ഉണങ്ങി ഈ ജന്തുക്കളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്ന. ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ മലമ്പ്രദേശങ്ങളിൽ കൃഷി അസാധ്യമായിട്ടുണ്ട്. മാനുകള്, മയിലുകള്, കുരങ്ങുകള്, കരടികള്, ഇങ്ങനെ കാട്ടിലുണ്ടായിരുന്ന ജീവികളൊക്കെ എണ്ണം പെരുത്ത് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങളുണ്ട്. അത് നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ കടുവകളാണെന്നാണ്. ചുരുക്കത്തിൽ എല്ലാ ജീവികളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് ഒന്നിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുപോലെയാണ് കാണുക. ഒരു ജീവി വർഗം ലോകത്തുനിന്ന് ഇല്ലാതായാൽ ആ ജീവി മാത്രമല്ല, വേറെ ഏതെങ്കിലും ഒരു ജീവി ഇല്ലാതാവുന്ന, മരങ്ങളോ സസ്യങ്ങളോ ഒക്കെ. ഈ അണ്ണാൻ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ ജീവി, കുഞ്ഞനണ്ണാൻ എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞതത്രേ. അങ്ങനെ ഒരു അണ്ണാൻ ഉണ്ടായിരുന്നു അത്രേ. അത് വംശനാശം വന്ന് ഇല്ലാതായപ്പോൾ ഒരു സസ്യം ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷമായില്ല. അപ്പൊ ആ സസ്യത്തിന്റെ വിത്ത് മുളക്കുന്നത് ഈ അണ്ണാൻ അതിൻ്റെ കായ തിന്ന് അതിൻ്റെ വിസർജ്യത്തിലൂടെ അത്രേ അതിൻ്റെ വിത്ത് മുളച്ചു വന്നിരുന്നത്. അണ്ണാൻ ഇല്ലാതായപ്പോൾ ഈ സസ്യം ഇല്ലാതായി. അങ്ങനെ കുറെ ജീവികൾ ഇല്ലാതായി. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ കണ്ട പല ജീവികളും ഇപ്പൊ കാണാനില്ല. അന്നുണ്ടായിരുന്ന പല സസ്യങ്ങളും ഇപ്പൊ കാണാനില്ല. പല ചെടികളും ഇപ്പൊ കാണാനില്ല. അങ്ങനെ ഒന്നിന് ബന്ധപ്പെട്ടതാണ്. എന്നാൽ മനുഷ്യൻ എന്ന ജീവി ഈ ലോകത്തിന്റെ ഏത് കാര്യത്തിനാണ് മനുഷ്യൻ ആവശ്യമാകുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യൻ എന്ന ജീവി ഈ ലോകത്ത് ഇല്ലാതായാൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കാം? എന്ത് നഷ്ടം സംഭവിക്കാം ഈ ലോകത്തിന്? പലപ്പോഴും മനുഷ്യനില്ലാത്ത ഇടങ്ങളിൽ ലോകം ഒന്നുകൂടി മനോഹരമാണ്, ലോകം ഒന്നുകൂടി ശാന്തമാണ്, ലോകം ഒന്നുകൂടി സമൃദ്ധമാണ്. മനുഷ്യവാസമില്ലാത്ത ചില ദ്വീപുകളുണ്ടല്ലോ ലോകത്ത്. അന്തമാനിലൊക്കെ പോയാൽ കാണാം, ഇവിടെ ലക്ഷദ്വീപിലൊക്കെ ഉണ്ട്. ആ മനുഷ്യവാസമില്ലാത്ത ദ്വീപുകൾ ശാന്തമാണ്, മനോഹരമാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് മനുഷ്യൻ ആവശ്യമാണോ? അല്ല എന്നാണ് കിട്ടുന്ന ഉത്തരം. മാത്രല്ല, ഈ ഭൂമിയിൽ നിലവിലുള്ള കുഴപ്പങ്ങൾക്കൊക്കെ കാരണം മനുഷ്യനാണെന്നാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കടലിലും കരയിലുമൊക്കെ വ്യാപകമായ രൂപത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ പ്രവർത്തന ഫലമാണ്. നമ്മുടെ വീട്ടിലെ ഗ്യാസ് തീർന്നിട്ട് ഇന്ന് ഭക്ഷണം പാകം ചെയ്യാൻ ഗ്യാസ് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ ഇവിടുത്തെ സസ്യങ്ങളോ ജീവികളോ ഒന്നും അല്ലല്ലോ. ആന ഇറങ്ങിയിട്ടോ പുലി ഇറങ്ങിയിട്ടോ ഒന്നുമല്ല. മനുഷ്യർ തമ്മിലുള്ള സ്വാർത്ഥതയുടെ, ആർത്തിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് എവിടെയും കലാപങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യനില്ലാതായാൽ ഒരു മഹാരോഗം പിടിപെട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരും മരിച്ചുപോയി നോക്കുക. എന്നാൽ ഈ ലോകത്തിന് എന്ത് നഷ്ടം സംഭവിക്കാം? ഒരു നഷ്ടം സംഭവിക്കുക. ചുരുക്കത്തിൽ മനുഷ്യൻ എന്ന ജീവി ഈ ലോകത്തിനാവശ്യമായ, അവിഭാജ്യമായ, അനിവാര്യമായ ഒരു ഘടകം അല്ല. ഒന്ന്. രണ്ട്, ഈ മനുഷ്യന് വേണ്ടി
അതായത് ലോകത്തിന്റെ നിർമ്മിതിയിലോ നിലനിൽപ്പിലോ ഒരനിവാര്യ ഘടകമല്ലാത്ത ഈ മനുഷ്യന് വേണ്ടി ഈ ലോകത്തിലെ സകല വസ്തുക്കളെയും അള്ളാഹു ആ മനുഷ്യന് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് നിശ്ചയിച്ചത്. എല്ലാം മണ്ണും മഴയും കാറ്റും ചൂടും തണുപ്പും ഒക്കെ മനുഷ്യന് ഗുണകരമാകുന്ന രൂപത്തിലാണ് അള്ളാഹു സംവിധാനിച്ചത്. ലോകത്തിലെ എല്ലാ വസ്തുക്കളും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുന്ന രൂപത്തിലാണ് അതിൻ്റെ സംവിധാനം. നോക്കൂ നിങ്ങൾ, ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അത് മനുഷ്യന് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ്. ഇവിടെ ജന്തുക്കൾ, ആ ജന്തുക്കൾക്ക് എവിടുന്ന വെള്ളം കിട്ടാറ്? അയറ്റക്ക് എവിടുന്ന് വെള്ളം കിട്ടിയാലും അവ വെള്ളം ജീവിച്ചു പോകും. മനുഷ്യനെ സംബന്ധിച്ച് വെള്ളം കിട്ടണമെങ്കിൽ കിണർ കുത്തിയിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടണം. വേറെ ഒരു ജീവിയും വെള്ളത്തിന് വേണ്ടി കിണർ കുത്താറില്ല. ഈ കിണറിൽ എങ്ങനെ വെള്ളം വരുന്നത്? കഴിഞ്ഞ മഴക്ക് പെയ്ത വെള്ളമാണ് ഇപ്പം നമ്മളെ കിണറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കണത്. ആ വെള്ളം ഭൂമിയിലേക്ക് താന്നുപോയി. അള്ള പറയുന്നുണ്ട്, ആ വെള്ളം ഭൂമിയിലേക്ക് താന്നുപോയ വെള്ളം പിന്നെയും താഴേക്ക് പോവുകയാണെങ്കിൽ 25 കോലല്ല 250 കോല് താഴ്ത്തിയാലും നമ്മുടെ കിണറ്റിൽ വെള്ളം കാണൂല. കാരണം ആ വെള്ളം അടിയിലേക്ക് പോവുകയാണെങ്കിൽ. പക്ഷെ അള്ളാഹു താല അവിടെ ഒരു സംവിധാനം മനുഷ്യർക്ക് വേണ്ടി നിശ്ചയിച്ച് ഇത്തിരി താന്നു പോയ വെള്ളം പിന്നെ വിലങ്ങിനെ സഞ്ചരിക്കണേ, ഒരു നരമ്പിലൂടെ രക്തമോടുന്ന പോലെ ഭൂമിയുടെ ചെറിയ നരമ്പിലൂടെ അതിങ്ങനെ വിലങ്ങിന് പോവാണ്. അവിടെ നമ്മളൊരു കിണർ കുത്തുമ്പോൾ ആ വെള്ളം കിണറ്റിലേക്ക് വീഴും. അപ്പൊ നമ്മൾ പറയും ഒരു ഉറവ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അള്ളാഹ് ഖുർആനിൽ ചോദിക്കുക, ആ വെള്ളത്തെ എങ്ങാനും അള്ളാഹു താഴേക്കാണ് കൊണ്ടുപോയിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ആരാണ് കൊണ്ടുവന്ന് തരിക എന്ന ഒരു ചോദ്യം നമുക്ക് ഖുർആനിൽ തന്നെ കാണാം. അള്ളാഹ് മനുഷ്യന് വേണ്ടിയാ ആ വെള്ളത്തിന്റെ സഞ്ചാരത്തെ ദിശ മാറ്റിയത്. നോക്കൂ, നിങ്ങളൊക്കെ ഊട്ടിയിൽ പോയിട്ടുണ്ടാവുമല്ലോ. എന്താ ഊട്ടിയുടെ പ്രത്യേകത? അവിടെ തണുപ്പാണ്. എന്തുകൊണ്ടാണ് ഊട്ടിയിൽ തണുപ്പായത്? അതിന് ശാസ്ത്രം പറയുന്ന ഒന്നാമത്തെ ഉത്തരം, സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലാണ് ഊട്ടിനാണ്. ഹിമാലയമാവട്ടെ എവറസ്റ്റ് ആവട്ടെ, നമ്മൾ മേലേക്ക് പോകുന്തോറും തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരിക. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് വളരെ തണുത്ത മൈനസ് വളരെ തണുപ്പേക്കാരം. നോക്കൂ, സത്യത്തിൽ നമുക്ക് ചൂട് വരുന്നത് സൂര്യനിൽ നിന്നാണ്. അവിടുന്ന് ആ ചൂട് വരുന്നത്. ആ സൂര്യന്റെ അടുത്തേക്ക് പോകും തോറും ചൂട് കൂടണോ ചൂട് കുറയണോ? ശരിക്കും ഊട്ടി പോയി നിൽക്കുക പറഞ്ഞാൽ ഒരുപാട് മേലെ പോയി നിൽക്കുക എന്നാ. അതിന്റെ മേലെ നിന്നാൽ ചൂട് കൊണ്ട് വേർക്കുക വേണ്ടി, ഹിമാലയത്തിന്റെ മേലെ കയറിയാൽ ചൂട് കൊണ്ട് കരിഞ്ഞു പോകുക വേണ്ടി. പക്ഷേ അള്ളാഹു നിശ്ചയിച്ചൊരു സംവിധാനം, അതിങ്ങനെ മേലേക്ക് പോകും തോറും ചൂട് കുറഞ്ഞ് തണുപ്പ് കൂടി വരും. ആ സംവിധാനം എന്തിനാണ്? ആ സംവിധാനം ഇല്ലെങ്കിൽ ഈ ലോകത്ത് എന്താ സംഭവിക്കുക അറിയങ്ങള്? ഇപ്പൊ എങ്ങനെയാ മഴ പെയ്യുന്നത്? സൂര്യന്റെ ചൂട് കൊണ്ട് ഭൂമിയിലെ വെള്ളം നീരാവിയായി മുകളിലേക്ക് ഉയർന്നു പോയി, പിന്നെ അത് ഘനീഭവിച്ച് മേഘമായി അത് മഴയായിട്ട് പെയ്യാണ്. ഈ നീരാവിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ചൂട് കൂടുന്തോറും നീരാവിയുടെ ഭാരം കുറഞ്ഞു വരുന്ന, അത് പിന്നെയും മേലേക്ക് അങ്ങനെ പോകും. ചൂട് കുറഞ്ഞ് തണുപ്പ് കൂടുന്തോറും നീരാവി ഇങ്ങനെ ഘനീഭവിച്ച് കട്ടി കൂടി അത് മഞ്ഞിന്റെ കട്ടിയായി അത് മേഘമായിട്ട് അവിടെ തങ്ങി നിൽക്കുന്ന. ഈ മേലേക്ക് പോകുന്തോറും ചൂട് കൂടി വരികയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് പോകുന്ന നീരാവി പിന്നെയും മേലേക്ക് പോയിട്ട് ഒരിക്കലും ഭൂമിയിൽ മഴയായിട്ട് പെയ്യൂല. അത് എവിടേക്കെങ്കിലും പോകും. പക്ഷേ ഒരു നിശ്ചിത അവധിയിലെത്തുമ്പോൾ, ശക്തമായ തണുപ്പിലെത്തുമ്പോൾ ഈ നീരാവി തണുത്ത് ഉറഞ്ഞ് മേഘപാളിയായി അത് അവിടെ നിൽക്കും ഭൂമിന്റെ മേലെ. അതുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളം കിട്ടുന്നത്. ഈ നീരാവി മുകളിലേക്ക് പോകുന്തോറും ചൂട് കൂടി പോവുകയാണെങ്കിൽ അത് വേറെ ഏതോ ഗ്രഹത്തിലൊക്കെ പോയിട്ടാ പെയ്യ. ഇത് ഭൂമിന്റെ പുറത്തു പോകാതിരിക്കാൻ അല്ലാഹു തആല ആ മേഘത്തെ തണുപ്പിച്ച് കട്ടിയാക്കി ഭാരം കൂട്ടി അവിടെ തന്നെ നിർത്തുകയാണ്. അതുകൊണ്ടാണത് മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്യുന്നത്. ഈ ഒരു സംവിധാനം, മുകളിലേക്ക് പോകുന്തോറും തണുപ്പ് കൂടുന്നു എന്ന സംവിധാനം ഇല്ലെങ്കിൽ ഭൂമിയിൽ മഴ പെയ്യൂല. മറ്റു പല ഗ്രഹങ്ങളിലും വെള്ളമില്ലാത്തതിന്റെ ഒരു കാരണത അവിടെ ഒന്നും ഈ ഒരു സംവിധാനമല്ല. ഇത് മനുഷ്യർക്ക് വേണ്ടി അള്ള ഉണ്ടാക്കിയ സംവിധാനം. ഇനി നോക്കൂ നിങ്ങൾ, ഈ പ്രദേശത്ത് എരഞ്ഞിക്കൽ മേഖലയിൽ ഒരു മഴ പെയ്യാണ്.
ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നിൽക്കാതെ മഴ പെയ്യും, പെരും മഴ, റോഡൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞ്, തോടൊക്കെ നിറഞ്ഞ് ആകെ വെള്ളമായി. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു 100 ലിറ്ററിന്റെ ഒരു ചെമ്പ് ഇങ്ങനെ വെച്ച് 10 മിനിറ്റ് കൊണ്ട് ആ ചെമ്പ് നിറഞ്ഞ്, വട്ടത്തിലെ ചെമ്പ് 10 മിനിറ്റ് കൊണ്ട് നിറഞ്ഞ്. എത്ര വെയിറ്റ് ഉണ്ടാവുക ചെമ്പിന്? ഈ എരഞ്ഞിക്കൽ പ്രദേശത്ത് അല്ലെങ്കിൽ കോഴിക്കോട് പട്ടണത്തിൽ മുഴുവൻ പെയ്ത ആ മഴവെള്ളം എത്ര ടൺ ഭാരമുള്ള വെള്ളക്കാര്! അത്രയും ഭാരമുള്ള മഴവെള്ളം ഈ കാർമേഘങ്ങളിൽ ആകാശത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയും ആ കാർമേഘങ്ങാനും ഒന്നായിട്ട് ഇങ്ങോട്ട് ഭൂമിക്ക് പതിക്കുകയാണെങ്കിൽ എത്ര മനുഷ്യന്മാര്, എത്ര വീടുകൾ, എത്ര ജീവികൾ അതിൻ്റെ ഉള്ളിൽപ്പെട്ട് മരിച്ചു പോകും. പക്ഷെ അള്ളാഹു എന്താ ചെയ്താൽ ആ കാർമേഘത്തെ കാറ്റടിച്ച് അതിനെങ്ങനെ പഞ്ഞി പോലെയാക്കി, പിന്നെ അതിനെങ്ങനെ വേർപ്പെടുത്തി ഓരോ തുള്ളി വെള്ളമാക്കിയിട്ട് ആ ഭൂമിയിലേക്ക് പെയ്ത്. ചില സമയത്തൊക്കെ ഭൂമിയിൽ അള്ളാന്റെ പരീക്ഷണമായിട്ട് ആലിപ്പഴം വീഴാറുണ്ട്. എന്താ ആലിപ്പഴം? കാർമേഘത്തിലെ മഞ്ഞുകട്ടകൾ വലിയ കഷ്ണങ്ങളായി പൊട്ടിയിട്ട് അവ താഴേക്ക് വീഴാണ്. ശരിക്കും ആലിപ്പഴം വീണാൽ മനുഷ്യന്മാർ നശിക്കും, മൃഗങ്ങൾക്ക്, വീടുകൾക്കൊക്കെ പരിക്ക് പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മഴത്തുള്ളികൾ ആർക്കും ഒരു പരിക്കില്ല, സസ്യങ്ങൾക്കില്ല, വീടുകൾക്കില്ല, ജീവികൾക്കില്ല, പാകത്തിന് മഴത്തുള്ളികൾ. അള്ളാന്റെ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഈ ലോകത്ത് അല്ലാഹു തആല ഒരുക്കി വെച്ച സൗകര്യങ്ങളും സന്നാഹങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹ് പറയുന്നുണ്ട്, അത് ആലോചിക്കുന്ന മനുഷ്യന്മാർക്ക് ബോധ്യമാകും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ, പടച്ചോനെ ഇതൊന്നും ഈ വെറുതെ ഉണ്ടാക്കിയതല്ലല്ലോ. ഒരു രസത്തിന് മഴ പെയ്യ, ഒരു രസത്തിന് ഇത്ര സങ്കീർണമായ ഈ ലോകത്തെ പടച്ചോൻ വെറുതെ ഉണ്ടാക്കിയതാ. ശാസ്ത്രം പറയുന്ന പോലെ എന്തിനാ ലോകം വെറുതെ, എന്തിനാ മനുഷ്യൻ വെറുതെ, ഒക്കെ വെറുതെ, ഒന്നുകൊണ്ട് ഒരു കാര്യമല്ല. അങ്ങനെയാണോ? ഇത് വെറുതെ ഉണ്ടാക്കിയതെന്നാ? അല്ല, ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മനസ്സിലാകുന്ന മനുഷ്യൻ പറഞ്ഞു പോകും, വഖിനാ അദാബന്നാർ, പടച്ചോനെ നരകത്തിൽ നിന്ന് ഇന്നരെ കാത്തു രക്ഷിക്കണം കേട്ടോ. ഇത് തമ്മിൽ എന്താ ബന്ധം? ഇക്കണ്ട സൗകര്യങ്ങളൊക്കെ അള്ളാഹ് വെറുതെ ഒരുക്കി വെച്ചതല്ലാന്നും അള്ളാഹുവെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നും ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കണം? അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒന്ന്, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ജീവിയായ മനുഷ്യന് ഇത്രയും സൗകര്യങ്ങൾ അല്ലാഹു തആല ഒരുക്കി കൊടുത്തു ഈ ഭൂമിയിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഈ എരഞ്ഞിക്കൽ എനിക്കൊന്നുമില്ല, എനിക്ക് വേരുകളില്ല, കുടുംബങ്ങളില്ല, ഒന്നുമില്ല. എനിക്ക് വേണ്ടി സർക്കാർ എരഞ്ഞിക്കൽ വലിയൊരു കൊട്ടാരൊക്കെ പണിത് ആ കൊട്ടാരത്തിൽ എന്നെ കൊണ്ടുവന്നാക്കി. നിങ്ങൾ നോക്കൂ, എന്തിനാ മൂപ്പർക്കും വേണ്ടി സർക്കാർ അത്ര പൈസ മുടക്കി? ഞാനും ആലോചിക്കും, എന്തിനാ സർക്കാർ എനിക്കും വേണ്ടി ഇത്ര പൈസ മുടക്കണേ? അപ്പൊ സർക്കാരിനെ ഏൽപ്പിക്കുക. എരഞ്ഞിക്കൽ പ്രദേശത്തിന്റെ മുഴുവൻ ഭരണം സർക്കാരിനെ ഏൽപ്പിച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാ സർക്കാർ ഈ കൊട്ടാരം, കാറും, ഈ പരിചാരകനൊക്കെ എനിക്കും വേണ്ടി ഉണ്ടാക്കിയത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ലോകത്തിലെ മറ്റൊരു ജീവിയെ പോലെയും ഈ ലോകത്തിന് ആവശ്യമില്ലാത്ത ഒരു ജീവിയായിട്ടും ആ ജീവിക്ക് വേണ്ടി ഇത്രയും വലിയ സൗകര്യങ്ങൾ അല്ലാഹു തആല വെറുതെ ഒരുക്കി വെച്ചു. ഞങ്ങൾ വിചാരിച്ച് മനുഷ്യനേക്കാൾ ശക്തിയുള്ള ജീവികളില്ല അവിടെ അലഞ്ഞു നടക്കണ്, മനുഷ്യനേക്കാൾ ഭംഗിയുള്ള ജീവികളില്ലേ, മനുഷ്യനേക്കാൾ കരുത്തുള്ള ജീവികളില്ലേ? അവക്കൊന്നും കിട്ടാത്ത സൗകര്യങ്ങളും സന്നാഹങ്ങളും സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും അള്ളാഹു മനുഷ്യന് വെറുതെ അങ്ങോട്ട് കൊടുത്തതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ, നിങ്ങൾ വിചാരിച്ചോ പടച്ചോ നിങ്ങളെ വെറുതെ ഒരാവശ്യമല്ലാതെ കടല കുറിക്കണമായിരിക്ക് ഒരാൾ അവിടെ കടന്നോട്ടെ, ഒരാൾ ഇവിടെ കടന്നോട്ടെ, ഒരാൾ ഇവിടെ കടന്നോട്ടെ, ഒരു രസത്തിന് പടച്ചോൻ അങ്ങനെ പടച്ചുണ്ടാക്കിയതാണ് ഈ മനുഷ്യനെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? അള്ളാന്റെ ഒരു ചോദ്യം. ആ ചോദ്യം മനസ്സിലാവണമെങ്കിലേ ഈ ദുന്യാവും നമ്മളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. നമ്മളെക്കാട്ടിൽ എത്രങ്ങാനും വലിപ്പണ്ട ആനക്ക് വേണ്ടി അല്ലല്ലോ അള്ളാഹു ഈ ലോകത്തെ ക്രമപ്പെടുത്തിയത്. നമ്മളെക്കാൾ എത്രകാലം വേഗതയുണ്ട് ചീറ്റപ്പുലികൾ, ആ ചീറ്റപ്പുലികൾക്ക് വേണ്ടി അല്ലല്ലോ ലോകത്തെ അള്ളാഹു ക്രമപ്പെടുത്തിയത്. നമ്മളെക്കാൾ എന്തോരം കാഴ്ചയുണ്ട് പൂച്ചകൾക്ക്, നമ്മളെക്കാൾ എന്തോളം കേൾവിയുണ്ട് നായ്ക്കൾക്ക്. അവക്ക് വേണ്ടി ഒന്നും ലോകത്തിനെ ക്രമപ്പെടുത്താതെ ദുർബലനായ, പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്ത ഈ നമുക്ക് വേണ്ടി എന്തിനാ അള്ളാഹു ലോകത്തെ ക്രമപ്പെടുത്തിയത്? തീർന്നില്ല, ഒരു കാര്യം കൂടി അള്ളാഹ് ചെയ്ത്, വലഖദ് കറംനാ ബനി ആദം,
അള്ളാന്റെ സൃഷ്ടികളുടെ ലക്ഷക്കണക്കിന് സ്പീഷീസുകളിൽപ്പെട്ട ലക്ഷക്കണക്കിന് വർഗങ്ങളിൽപ്പെട്ട ജീവിവർഗങ്ങൾ ഭൂമിയിലുണ്ടായിരിക്കെ അള്ളാഹു ആദരിച്ചത്, ബഹുമാനിച്ചത് മനുഷ്യനെയാണ്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചു, ബഹുമാനിച്ചു. ആ ആദരവും ബഹുമാനവുമാണ് ഈ ലോകത്തിന്റെ രാജാവായി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണേ, നമ്മളെ അതിന് തയ്യാറാക്കുന്നത്. മറ്റുള്ള ജീവികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെക്കാൾ കരുത്തും കഴിവൊക്കെ ഉള്ള ജീവികളുണ്ട്. പക്ഷേ അവക്കു മുകളിൽ അള്ളാഹു നമ്മളെ നിർത്തിയത് അള്ളാഹുവിൻ്റെ ഈ ആദരവ് കൊണ്ടാണ്. എന്തിനായിരിക്കും അള്ളാഹു നമ്മളെ ആദരിച്ചത്? മറ്റുള്ള ജീവികളൊക്കെ അള്ളാഹിന്റെ ജീവികളല്ലേ? ആണ്. മറ്റുള്ള ജീവികളൊക്കെ അള്ളല്ലേ സൃഷ്ടിച്ചത്? അതെ, ആണ്. പിന്നെ എന്തിനാ മനുഷ്യന് മാത്രം ഒരു പ്രത്യേകത അള്ള കൊടുത്തത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിലെ മറ്റൊരു ജീവിക്കും കൊടുത്തിട്ടില്ലാത്ത, ഏൽപ്പിച്ചിട്ടില്ലാത്ത ഒരു ഉത്തരവാദിത്വം അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം മനുഷ്യൻ നിർവഹിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തത്തിന്റെ മഹത്വം, അതിൻ്റെ വലിപ്പമാണ് ഇത്രയും വലിയ ഒരു സൗകര്യവും സന്നാഹവും ഈ മനുഷ്യന് കിട്ടാൻ കാരണമായത്. അല്ലേ? ഒരു ഉയർന്ന പൊസിഷനിൽ ജില്ലാ കളക്ടറായിട്ട് അവരോധിക്കപ്പെടുന്ന ആൾക്ക് കൊട്ടാരം താമസിക്കാൻ ആൾക്ക് വലിയ വീട് കൊടുക്കും, പരിവാരങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരാൾക്ക് എത്ര സൗകര്യങ്ങൾ കൊടുക്കുന്നോ അത്രയും അധികാരവും അത്രയും ഉത്തരവാദിത്വവും ഉണ്ടാകുമെന്നല്ല അർത്ഥം. ഇവിടെ കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാരൊക്കെ ഉണ്ട്, 1000 ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാനും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ എൻ്റെ കൂടെയുള്ള 999 ആൾക്കാരും പ്ലാന്റിലാണ് ജോലി. എന്നെ കൊണ്ടുപോയത് വലിയ ഒരു കെട്ടിടത്തിലേക്കാ, കാറും സൗകര്യങ്ങളൊക്കെ ഉള്ളേ. എല്ലാവരും വെയിലത്ത് പണിയെടുക്കുമ്പോൾ ഞാൻ AC-യിൽ ഇങ്ങനെ എൻ്റെ ജോലി. അപ്പം ഞാനും ആലോചിച്ചു, എൻ്റെ എനിക്ക് മാത്രം ഇങ്ങനെ. അതെ, എന്നെ ആ കമ്പനി അതിൻ്റെ ജനറൽ മാനേജറായിട്ടാണ് നിശ്ചയിച്ചത്. ഇക്കണ്ട ആൾക്കാരുടെ പണിയൊക്കെ ഞാനാണ് നോക്കേണ്ടത്. അതെൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിൻ്റെ വലിപ്പം കൊണ്ടാണ് എനിക്ക് ഇത്രയും സൗകര്യം കിട്ടിയത്. മറ്റുള്ള പണിക്കാർക്ക് ഓലെ പണിയെടുത്ത് പോയാൽ മതി, വൈകുന്നേരം കൂലി വാങ്ങി പോയാൽ മതി. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പും ലാഭവും വളർച്ചയും എൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് ഇത്രയും വലിയ ശമ്പളവും സൗകര്യവും എനിക്ക് തന്നത്. അതെ, ഈ ലോകത്ത് മനുഷ്യനല്ലാത്ത മറ്റെല്ലാ ജീവികൾക്കും ഇവിടെ ജീവിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നരക സ്വർഗങ്ങളില്ല, പേടിക്കാനില്ല, ഒന്നുമില്ല. അവയുടെ അവസാനത്തിൽ അവയെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹു തആല പറയും, കൂനു തുറാബൻ, നിങ്ങളൊക്കെ മണ്ണായിക്കോളി. ആനി, കടുവി, പുലി ഒക്കെ അവിടെ തീർന്ന് ആ ചരിത്രം അവിടെ അവസാനിച്ച്. പക്ഷേ മനുഷ്യൻ അവസാനിക്കുന്നില്ല, അവൻ്റെ ജീവിതം തുടങ്ങുന്നു അവിടെ. ആ ഒരു വലിയ ഉത്തരവാദിത്വം മനുഷ്യൻ ഏറ്റെടുത്തത് കൊണ്ടാണ് മനുഷ്യൻ അള്ളാഹു ലോകത്ത് ഇത്രയും വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും സന്നാഹങ്ങളും കൊടുത്തത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ നമ്മളാക്കുന്നത് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. എങ്ങനെ? ഈ പേൻ്റെ കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു മൃഗവും വസ്ത്രം ധരിക്കണില്ലല്ലോ. ഒരു മൃഗവും വസ്ത്രം ധരിക്കണില്ല, അവ നഗ്നരായിട്ടാണ് നടക്കണേ. അവയുടെ ജീവിതം വേറെ കോലത്തിലാണ്. അതൊന്നും അല്ലാതെ ഒരു ഡീസന്റ് ജീവിയായിട്ട് മനുഷ്യൻ മാറാൻ കാരണം അത് മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ വലിപ്പാണ്. എന്താണ് ആ ഉത്തരവാദിത്വം? എന്താണ് ആ ഉത്തരവാദിത്വം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. അള്ളാഹുവിനെ ആരാധിക്കണം, അതാണ് മനുഷ്യനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. ലോകത്തുള്ള എല്ലാ ജീവികളും അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും മരങ്ങളും പക്ഷികളും പറവകളും എല്ലാം അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ വ്യത്യാസം എന്താ അറിയോ? ആ ജീവികൾക്കൊന്നും അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കാൻ പറ്റൂല. മലക്കുകൾക്കടക്കം അള്ളാഹു അവരെ സൃഷ്ടിച്ചത് എങ്ങനെയാണോ അങ്ങനെ നിലനിൽക്കാനേ അവർക്ക് പറ്റുള്ളൂ. ധിക്കരിക്കാനോ എതിര് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒന്നും ആ ജീവികൾക്കൊന്നും ഒരിക്കലും പറ്റൂല. അവക്ക് അള്ളാഹു എന്ത് കൽപ്പിച്ചോ അത് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റൂ. പക്ഷെ മനുഷ്യന് ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. ഏതൊരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്.
ആ സ്വാതന്ത്ര്യമുള്ള സമയത്തും ഒരു മനുഷ്യൻ അത് ചെയ്യുന്നു എന്നതാണ് മനുഷ്യന്റെ മഹത്വം. ഒരു കല്യാണാലോചനയിലെ ഒരു സുഹൃത്ത് അവരുടെ ബാപ്പ എന്നോട് പറഞ്ഞു, എൻ്റെ മോൾക്ക് ഒരു കല്യാണം, എൻ്റെ മോന് ഒരു പെൺകുട്ടിയെ വേണം, നല്ല ദീനീ ബോധമുള്ള പെൺകുട്ടി ആവണം, ഇസ്ലാമിക വസ്ത്രധാരണമൊക്കെ ഉള്ള പെൺകുട്ടി ആവണം എന്നൊക്കെയാണ് മൂപ്പർ പറഞ്ഞത്. എന്നിട്ട് മൂപ്പർ എന്നോട് പറഞ്ഞത്, ഈ മക്കനൊക്കെ ഇടുന്ന അറബിക് കോളേജിൽ പഠിച്ച് മക്കനിടുന്ന കുട്ടിനേക്കാൾ ഏറെ എനിക്കിഷ്ടം ആർട്സ് കോളേജിലൊക്കെ പഠിക്കുന്ന മക്കനിട്ട കുട്ടികളെയാണെന്നാണ് പറഞ്ഞത്. അതിന് കാരണം പറയുന്നറിയോ, അറബിക് കോളേജിലെ കുട്ടികൾ മക്കനെ ഇടുന്നത് അവരുടെ കോളേജിന്റെ നിയമത്തിന്റെ ഭാഗമാണ്. മക്കനിടാത്ത കുട്ടിനെ ക്ലാസ് കയറ്റില്ല. എന്നാൽ ആർട്സ് കോളേജിൽ പോകുന്ന കുട്ടിക്ക് മക്കനിടാതെ പോകാം, തലയിലൊന്നും ഇടാതെ പോകാം, മക്കനിട്ട് പോകാം. ഒരു കുട്ടി അവിടെ മക്കനിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പടച്ചോനെ പേടിച്ചിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മനുഷ്യന്റെ ആരാധനകളും മറ്റുള്ളവയുടെ ആരാധനകളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മറ്റുള്ള ജീവികൾക്ക് അള്ള എന്ത് കൽപ്പിച്ചോ അത് ചെയ്യാനല്ലാതെ അത് ചെയ്യാതിരിക്കാനുള്ള പ്രകൃതം അവക്കില്ല. അത് അള്ള കൊടുത്തിട്ടല്ല. ഒരു മലക്കിനോട് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതങ്ങോട്ട് ചെയ്യല്ലാതെ വേറെന്തെങ്കിലും ചെയ്യാനോ അത് ചെയ്യാതിരിക്കാനോ എന്തെങ്കിലും ഒരു ചെറിയ സെലക്ഷനോ ആ മലക്കിന് കഴിവില്ല, അധികാരമില്ല. എന്നാൽ മനുഷ്യനങ്ങനല്ല. മനുഷ്യനെ ഫ്രീ ആയിട്ടാണ് വിട്ടേക്കുക. ആ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യൻ അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിന് മഹത്വം കൂടും. ആ മഹത്വമാണ് മനുഷ്യന്റെ മഹത്വം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ സംസാരത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. റമദാൻ മാസത്തിലൊന്നും അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം പറയാൻ പറ്റിയ വിഷയമല്ല. ഒരിത്തിരി അന്ന് വളച്ച് മനസ്സിലാക്കേണ്ട വിഷയം എങ്കിലും ഞാൻ മനസ്സിലാക്കുക. നമ്മളെ റഹ്മത്തുള്ള ഖാസിം പറയുന്ന പോലെ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മനുഷ്യൻ എന്ന ജീവി ലോകത്തിൻ്റെ രാജാവായത് മനുഷ്യൻ്റെ കരുത്തുകൊണ്ടോ മനുഷ്യൻ്റെ മറ്റെന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ അല്ല. ആ മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പമാണ് ഈ ലോകത്ത് മനുഷ്യൻ്റെ ഈ സ്ഥാനത്തിൻ്റെ വലിപ്പത്തിന് കാരണം. മനസ്സിലുണ്ടോ? 2, അള്ളാഹു തആല മനുഷ്യനെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ ലക്ഷ്യം. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക. അതിനുവേണ്ടി മാത്രം മനുഷ്യരെ അള്ള ഭൂമി സൃഷ്ടിച്ചേ. മറ്റുള്ള ജീവികളെ അതിനല്ല. മറ്റുള്ള ജീവികളെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലൊന്നും മനുഷ്യനൊരു റോളും ഇല്ല. മനുഷ്യൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി. ഓന് തിന്നാനുള്ള ഫുഡ് ഇവിടെ ഉണ്ട്, ഓന് കുടിക്കാനുള്ള വെള്ളം ഇവിടെ ഉണ്ട്, ഓന് ശ്വസിക്കാനുള്ള വായു ഇവിടെ ഉണ്ട്, അവന് വേണ്ട ചൂട് തണുപ്പ് ഒക്കെ അള്ള ഇവിടെ ക്രോഡീകരിച്ചേക്കുക. അതിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യത്തിൻ്റെയും നടുവിൽ മനുഷ്യനെ കൊണ്ടുവന്നിട്ടിട്ട് അള്ള പറഞ്ഞേക്കാണ്, നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നെ മാത്രം ആരാധിക്കലാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച 1,00,000-ലേറെ പ്രവാചകന്മാർ. ആ എല്ലാ പ്രവാചകന്മാരും മനുഷ്യരെ പഠിപ്പിച്ചത് ഒരേ ഒരു കാര്യമാണ്. ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാ. നിന്റെ ആരാധനകൾ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നീ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഒരൊറ്റ പ്രവാചകനും ഭൂമിയിൽ വന്നിട്ടില്ല. 1,00,000-ലേറെ പ്രവാചകന്മാരാ വന്നത്. ഇത് നീണ്ടൊരു കാലല്ല. ഇബ്നു ആദം എന്ന ഈ നമ്മളുണ്ടല്ലോ, മോഡേൺ ആധുനിക മനുഷ്യൻ, ഈ ആധുനിക മനുഷ്യന് ലക്ഷക്കണക്കിന് കൊല്ലത്തിന്റെ പഴക്കമൊന്നുമില്ല. എങ്ങനെ കൂട്ടിക്കഴിച്ചാലും ഒരു 30,000-ന്റെയും 50,000-ന്റെയും ഇടയിലേ വരുള്ളൂ നമ്മുടെ പഴക്കം. ശാസ്ത്രം പറയുന്നത് 20 ലക്ഷം മുമ്പ് ആ സ്ഥലം പിത്തേക്കസ്, ആ പിത്തേക്കസ്, ഈ പിത്തേക്കസ്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ദുരുദ്ദേശം കൂടി ഉണ്ട്. ഈ ലോകത്ത് മതങ്ങൾ ഉണ്ടായിട്ട് ഒരു 10-30,000 കൊല്ലമായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പും ലോകത്ത് മനുഷ്യന്മാരുണ്ടായിരുന്നു. ആ മനുഷ്യന്മാർക്കൊന്നും മതങ്ങളില്ലായിരുന്നു. മതങ്ങൾ ഇപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ട് മനുഷ്യന് മതം ആവശ്യമില്ല എന്ന നിരീശ്വരവാദത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പൊട്ടൻ സിദ്ധാന്തമാണ് 20 ലക്ഷം 30 ലക്ഷം മുമ്പൊക്കെ പഴക്കമുള്ള മനുഷ്യന്റെ കഥ പറയുന്ന തലയോട്ടികളുടെ സാങ്കല്പിക ചരിത്രങ്ങൾ. ഒന്നും കൃത്യമായ ചരിത്രമല്ല, അനുമാനങ്ങളാണ്, ഊഹങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒരു തെളിവും മനുഷ്യന്റെ കയ്യിലില്ല. അള്ളാഹു പഠിപ്പിച്ച ഇബ്നു ആദം, ആദമിന്റെ മക്കൾ എന്ന് പഠിപ്പിച്ച ഇപ്പൊ കാണുന്ന ഈ ആധുനിക മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് ഈ ലക്ഷങ്ങളുടെ പഴക്കമൊന്നുമില്ല.
ഒരു ചരിത്രവും സത്യസന്ധമായ രേഖയിൽ അത് തെളിയിക്കാനും ആരെ കൊണ്ടും സാധ്യമല്ല. ഈ ഒരു കുറഞ്ഞ ഒരു 30,000-ന്റെയും 50,000-ന്റെയും ഇടയ്ക്കുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ഇപ്പൊ ഇബ്രാഹിം നബി ഏകദേശം ഈ മനുഷ്യ ചരിത്രത്തിന്റെ മധ്യഭാഗത്തിന്റെ അടുത്ത് വരുന്ന പ്രവാചകനാ. ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയും തമ്മിൽ 10,000-3500 കൊല്ലത്തിന്റെ പഴക്കമുള്ളൂ, മാറ്റുള്ളൂ. ഈസാ നബിയും മുഹമ്മദ് നബിയും തമ്മിൽ ഒരു 500 കൊല്ലത്തിന്റെ മാറ്റുള്ളൂ, വലിയ പഴക്കമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലത്തിന്റെ അടുക്കാണ് ഈ 1,00,000-ലേറെ പ്രവാചകന്മാർ വന്നത്. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്കിടയിലല്ല, ഈ കുറഞ്ഞ കാലത്താ 1,00,000-ലേറെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ മുഴുവനും മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്ത, മനുഷ്യരെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. അത് മനുഷ്യന്റെ ഇടക്ക് മറന്നുപോകും. അത് മറന്നു പോകുമ്പോൾ മനുഷ്യനെ ഉണർത്താൻ അള്ളാഹു വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ, വേദഗ്രന്ഥങ്ങളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും അത് മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ കച്ചവടക്കാരനാവാനോ പൈസക്കാരനാവാനോ ഒന്നുമല്ല. ഇതൊന്നും ഈ ലോകത്തിനപ്പുറത്തേക്ക് നമുക്കൊട്ട് ഉപകാരപ്പെടില്ല. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ. അതിൻ്റെ ഇടക്ക് നമുക്ക് ജീവിക്കണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, വീട് വേണം, ചെലവുണ്ട്, അതിനാവശ്യമായ വരുമാനങ്ങൾ വേണം. അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു. പക്ഷേ മുഖ്യമായത് ഈ അധ്വാനമല്ല, അത് അള്ളാഹുവിനെ ആരാധിക്കലാണ്. അള്ളാഹ് എന്ത് പറഞ്ഞോ അതുപോലെ ജീവിക്കുക. അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അതനുസരിക്കുക. അള്ളാഹ് എന്താണോ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അത് ഉപേക്ഷിക്കുക. അതാണ് അള്ളാഹുവിനുള്ള ആരാധന എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ആരാധന പറഞ്ഞാൽ വെറും നിസ്കാരവും നോൻപും സക്കാത്തും അല്ലേ? അല്ല, ആരാധന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അതിനു വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഏറ്റവും കാതലായ ഭാഗവും. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. 3, അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന, അത് പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ആ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ലാ ഇലാഹ ഇല്ലല്ലയാണ് അല്ലേ? ഞാൻ ഒരു സംഭവം പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാട്ടോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. ഈ ഹദീസ് പറഞ്ഞിരുന്നത് ഇത് സംഭവിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലാണ്. മൂസാ നബിയുടെ കാലത്ത് സംഭവിച്ച ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയണേ, വഖാല മൂസ പറഞ്ഞു, യാ റബ്ബി, എൻ്റെ റബ്ബേ, അല്ലിംനി ശൈഅൻ അദ്കുറുക ബി വഅദ്ഉക ബിഹി. ശ്രദ്ധിക്കണം കേട്ടോ, അല്ലിംനി ശൈഅൻ അദ്കുറുക ബിഹി വഅദ്ഉക ബി. അല്ലാഹുവേ, എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം. ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം. എന്തിനാണ് ആ കാര്യം? നിന്നെ ഓർക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനും രണ്ടിനും പറ്റുന്ന ഒരു കാര്യമാവണം. അതൊരു ദിക്റാണ്, അതൊരു ദുആയാണ്. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം അല്ലാഹുവേ എന്ന് മൂസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഖാല, അപ്പോ അള്ളാഹു പറഞ്ഞു, യാ മൂസ, യാ മൂസ, ഹേ മൂസ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ആവശ്യപ്പെട്ട ആ കാര്യം ഉണ്ടല്ലോ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നെ ഓർക്കാനും എന്നോട് പ്രാർത്ഥിക്കാനും ഇതിലേറെ ഈ ലോകത്ത് വിലപ്പെട്ട ഒരു സാധനം വേറല്ല. അതുകൊണ്ട് മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ മൂസ നബി പറഞ്ഞു, ഖാല മൂസ നബി പറഞ്ഞു, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലു ഹാദാ. പഠിച്ചോനെ, എനിക്ക് നിന്നെ വിളിക്കാനും ചോദിക്കാനും ഒരു വാക്കാ ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും പറയുന്നുണ്ട്, എനിക്ക് ഒരു വാക്കാ ചോദിച്ചത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ.
അപ്പോഴും മൂസ നബി പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ എന്ന് പഠിച്ചോനെ, എനിക്കൊരു സംശയമല്ല കേട്ടോ, നീയല്ലാതെ ആരാധനില്ല എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, അത് എനിക്കൊണ്ട് പോരായിട്ടുമല്ല. ഇന്നമാ ഉരീദു ശൈഅൻ തഖുസ്സനി ബി, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മാത്രം സ്പെഷ്യലായിട്ട്, വേറെ ഒരാളും പറയാത്ത, വേറെ ഒരാളും ചോദിക്കാത്ത, വേറെ ഒരാൾക്കും അറിയാത്ത ഒരു സ്പെഷ്യൽ ഒരു വാചകമാണ് റബ്ബേ ഞാൻ ചോദിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എനിക്ക് പോരാഞ്ഞിട്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാ അത് ഞാൻ ഉൾക്കൊള്ളായിട്ടുമല്ല, അതൊക്കെ ഞാൻ ഉൾക്കൊണ്ടിരിക്കണ്. പക്ഷെ ഞാൻ വേണ്ടത് ഒരു സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അള്ളാഹു പറഞ്ഞു, യാ മൂസ, ഏ മൂസ, ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി വൽ അറാളീന സബ്അ ഫീ കഫത്തി, ഈ പ്രപഞ്ചം, ഈ ഭൂമി മാത്രമല്ല, ഈ ഭൂമി, ഈ മഹാപ്രപഞ്ചം, സൂര്യനും ചന്ദ്രനും കോടിക്കണക്കിന് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ള കണ്ണെത്താ ദൂരമുള്ള ഈ മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചം ഒരു കയ്യിലും ലാ ഇലാഹ ഇല്ലല്ലാ മറു കയ്യിലും വെച്ചാൽ, മൂസ മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ വെച്ച കൈയുണ്ടല്ലോ, അത് ഭാരം കൊണ്ട് ചാഞ്ഞു പോകുന്ന പറഞ്ഞ, ചെരിഞ്ഞു പോകുന്നു. ഈ ലോകത്തിലെ സകലമാന വസ്തുക്കളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാ. കാരണം എന്താ? ഈ ലോകവും അതിലെ സകല വസ്തുക്കളും അല്ലാഹു തആല സൃഷ്ടിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പുലർത്തേണ്ട ആ മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം തന്നെ അല്ലാഹ് സൃഷ്ടിച്ചത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം ഉൾക്കൊള്ളുന്ന മനുഷ്യന് വേണ്ടി. അപ്പൊ ഈ ഭൂമിയാണോ, സംവിധാനാണോ, മനുഷ്യനാണോ? അതല്ല, മനുഷ്യനെ ശ്രേഷ്ഠനാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണോ വലുത്? ഇപ്പൊ നോക്കിയാള്, ഇത് റമദാനാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശിഷ്ടമായ മാസമാണ്. ആ റമദാനിലെ വിശിഷ്ടമായ ആരാധനകർമ്മമാണ് നോമ്പ്. ആ റമദാനിലെ വിശിഷ്ടമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. പക്ഷേ ഈ ലൈലത്തുൽ ഖദറിനെക്കാളും റമദാനിനെക്കാളും നോമ്പിനെക്കാളും മേലെ ഒന്നുണ്ട്. എന്താണത്? അത് ഖുർആനാണ്. കാരണം ആ ഖുർആൻ കാരണത്താലാണ് ഈ റമദാൻ ശ്രേഷ്ഠമായത്. അത് കാരണത്താലാണ് നോമ്പ് നിർബന്ധമായത്. ആ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് ലൈലത്തുൽ ഖദർ ഉണ്ടായത്. പക്ഷെ നമുക്കത് മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോഴും നോൽപോൽക്കുണ്ട്, ലൈലത്തുൽ ഖദർ കാത്തിക്കുണ്ട്. ഖുർആൻ ഇപ്പോഴും ഷെൽഫ് തന്നെയാണ്. അത് എടുത്തിട്ടില്ല, അത് ഓതിയിട്ടില്ല, അത് പഠിച്ചിട്ടില്ല, കാണാതെ പഠിച്ചിട്ടില്ല. സത്യത്തിൽ ഇക്കണ്ട മഹത്വമൊക്കെ പടച്ചോ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തന്നത് ആ ഖുർആന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ കുറുക്കൻ ആമ കിട്ടിയമാർക്ക് ഖുർആനെ തൊട്ടില്ല. അത് അവിടെ തന്നെ ഉണ്ട്. അഥവാ തൊട്ട ചില ആൾക്കാരുണ്ട്. റമദാൻ തുടങ്ങണമെന്നേ ഇപ്രാവശ്യം ഖുർആനൊക്കെ ഒന്ന് ഓതണം, എന്നിട്ട് ഒരു 10-25 കായത്തൊക്കെ ഓതി ഒരു അടയാളം വെച്ച് എന്നിട്ട് പൂട്ടി വെച്ചതാ. ഇനി അടുത്ത റമദാനിലെ ആ അടയാളം തുറക്കുള്ളൂ. നേരെ കിട്ടണ്ടേ നമുക്ക്? ഭയങ്കര തിരക്കല്ലേ നമ്മളൊക്കെ, അല്ലേ? അപ്പോ റമദാനിൻ്റെയും നോമ്പിൻ്റെയും ലൈലത്തുൽ ഖദറിൻ്റെയും ശ്രേഷ്ഠത ഖുർആനാണ്. അതേപോലെ ഈ ലോകത്തിൻ്റെയും സകല വസ്തുക്കളുടെയും മനുഷ്യൻ്റെയും ശ്രേഷ്ഠത എന്താ? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യൻ ഏറ്റെടുത്തത് കൊണ്ടാ മനുഷ്യൻ ലോകത്തിന്റെ രാജാവായത്. ആ മനുഷ്യന് വേണ്ടി അള്ളാഹു ഈ ലോകത്തിലെ സംവിധാനങ്ങളെ മുഴുവനും മനുഷ്യന് വേണ്ടി അള്ളാഹു ഒരുക്കി കൊടുത്തത്. മനുഷ്യന്റെ വലിപ്പം കൊണ്ടല്ല. മനുഷ്യൻ അള്ളാന്റെ മുമ്പിലെ ഒരു നിസ്സാര ജീവിയാ. പക്ഷേ ആ മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഉണ്ടല്ലോ, ആ ഉത്തരവാദിത്തം ലോകം മുഴുവനും നിറഞ്ഞ ഉത്തരവാദിത്തം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ലോകത്തിലെ സകല സ്വത്തും ഒരുമിച്ച് കൂട്ടിയിട്ട്, ലോകത്തിൽ കുറേ പൈസക്കാരില്ലേ, അങ്ങനെ നമ്മളെ ആമസോണിൻ്റെ മുതലാളി മുതൽ ലോകത്തിലെ കോടീശ്വരൻ, നമ്മുടെ ഇന്ത്യയിലെ ടാറ്റ, ബിർള, ലാലാജി, അംബാനി, അദാനി മുതൽ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ, നമ്മളാരും മോശമല്ലല്ലോ, നമ്മളെല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെ പൈസയും പാടെ സമാഹരിച്ച് ബില്യൺ 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 കണക്കിന് ഡോളർ ഉണ്ടാവും. അതുകൊണ്ട് സ്വർഗത്തിന് വില പറയാൻ പോയാൽ റസൂല് പറയണേ, ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം വാങ്ങാൻ ആ പണത്തിന് കഴിയില്ലെന്നാണ്.
ചാട്ടവാറ് അറിയില്ല, വലിയവർക്ക് അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. ചാട്ടവാറ് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു വടിയും ആ വടിൻ്റെ തലക്കൊരു കയറുമാണ്. അതിങ്ങനെ ചാരി വെക്കാൻ ഒരു വിരലിൻ്റെ അത്ര സ്ഥലം മതി. ഈ ചുമരുമേ അത്ര സ്ഥലം, ഈ വിരലിൻ്റെ അത്ര സ്ഥലം സ്വർഗത്തിൽ വാങ്ങാനേ ഈ ഭൂമിയിലെ മുഴുവൻ സ്വത്ത് ഉപയോഗിച്ചാലും കിട്ടൂല എന്നാ പറഞ്ഞേ. അത്ര വലിയ സ്വർഗം. എന്നാ കേൾക്കണം നിങ്ങൾക്ക് ആ സ്വർഗത്തിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഈ കോടിക്കണക്കിന് ഡോളറും കൊണ്ട് സ്വർഗത്ത് പോയാൽ അതിന്റെ അമ്മറപ്പടിമ ചവിട്ടാൻ കഴിയില്ല എന്നിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലയോടുകൂടി ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ ദഖലൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ വീടുണ്ട്, കൊട്ടാരുണ്ട്, പറമ്പുണ്ട്, നദികളുണ്ട്, മരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എത്രയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വില, എത്രയോ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വില. കോടി ഡോളർ കൊണ്ട് കിട്ടാത്ത സ്വർഗപ്രവേശനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കിട്ടുമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വില എന്താണ് കൂട്ടരെ? അല്ലേ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് എന്നിട്ട് റസൂൽ പറയണേ, അൻ അബീ ദർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂദർ പറയണം, അതാനി ജിബ്രീൽ, അതാനി ജിബ്രീൽ, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു. എന്നിട്ടോ ഫബശ്ശറനി, എന്നെ ഒരു വലിയ സന്തോഷ വാർത്ത എനിക്ക് ജിബ്രീൽ പറഞ്ഞു തന്നു. ജിബ്രീൽ എന്നോട് വലിയൊരു സന്തോഷ വാർത്ത പറഞ്ഞു തന്നു. ഞാൻ അത് പറയാൻ വേണ്ടി വന്നതാ. നല്ല സന്തോഷത്തോടെ റസൂൽ സംസാരിക്കാം. എന്താ ജിബ്രീൽ പറഞ്ഞ സന്തോഷ വാർത്ത? അന്നഹു മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. അന്നഹു മൻ മാത, ഒരാള് അയാൾ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു, അയാളുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി യാതൊന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല, അഥവാ ശിർക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ടുണ്ടായി എങ്കിൽ ദഖലൽ ജന്ന, ഓ സ്വർഗത്ത് പ്രവേശിച്ച. നമുക്കൊക്കെ സ്വർഗം നരകങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലെ പേടി എന്താ? സ്വർഗത്ത് പോകാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ല, നരകത്ത് പോകാൻ മാത്രം എമ്പാടും ചെയ്തിക്കണ്, പടച്ചോനെ സ്വർഗം കിട്ടൂല, നരകത്ത് പോണ്ടി വരുമോ? ഇതൊരു സന്തോഷ വാർത്തയാ. ആർക്കറിയങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിലുണ്ട്, തൗഹീദ് പക്ക, ശിർക്കിന്റെ ഒരു തരി എവിടെ ഇല്ല. അങ്ങനെയാണ് നമ്മൾ ജീവിക്കണതെങ്കിലേ സന്തോഷിച്ചോളി, ഏതെങ്കിലും ഒരു സമയം നമ്മൾ സ്വർഗത്തിലെത്തും. അപ്പൊ ഈ റസൂൽ ഈ കാര്യം പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളോട് പറയണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാള് സ്വർഗത്ത് പോകും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളുടെ ജീവിതത്തിൽ വേറെ കുറെ തെറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. പ്രവാചകനോട് ചോദിച്ചത് റസൂലേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആള് അയാൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ? സംഗതി ആൾ തൗഹീദാണ്, ശിർക്കില്ല, അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കുന്നില്ല, വിളിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ ആള് വ്യഭിചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ മോഷ്ടിച്ചിട്ടുണ്ട്, അപ്പൊ സ്വർഗത്ത് പോകുമോ? അപ്പൊ റസൂൽ പറഞ്ഞു പോകും. എന്നാലും പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ മേലെയാണ്, അതിന്റെ ഒരുപാട് മേലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ സ്വർഗത്ത് പോകും. അപ്പൊ അവർക്ക് സംശയമായി, അതെങ്ങനെ? അപ്പൊ റസൂൽ പറഞ്ഞു, തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ അള്ളാഹ് പുറത്തു കൊടുക്കും, ചിലപ്പോ അള്ളാഹു ആ തെറ്റിന് ശിക്ഷ കൊടുക്കും. എന്തായാലും ആ തെറ്റിന്റെ ശിക്ഷക്കൊരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ നരകത്തിൽ നിന്നും അവർ പുറത്തെടുക്കപ്പെടും. അതിനുള്ള റസൂൽ പറഞ്ഞ്, ഓരോ മനുഷ്യനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യൻ നരകത്തിലുണ്ടെങ്കിൽ അവന്റെ ഏത് തെറ്റിനാണോ നരകത്തിലെത്തിയത് ആ തെറ്റിന്റെ ശിക്ഷാ കാലാവധി അവസാനിച്ചാൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് പുറത്തേക്കെടുക്കും, എന്നിട്ട് അവനെ സ്വർഗത്തിലേക്കാക്കും. പിന്നെ കാലാകാലം സ്വർഗത്തിലാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളുടെ ഉള്ളിലുണ്ടോ, അതിന് എതിരായ ശിർക്കില്ലാതെ പക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾ കൊണ്ടു നടക്കുന്നുണ്ടോ? അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഒരാരാധന, ഒരു പ്രാർത്ഥന, ഒരു സഹായാർത്ഥന, ഒരു നേർച്ച, ഒരു വഴിപാടോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല എന്ന ഉറപ്പിലൊരാൾ ജീവിച്ചാൽ
ഏതെങ്കിലും ഒരു കാലം അവൻ സ്വർഗത്തിലെത്തും, അത് ഉറപ്പാ. അത് റസൂൽ പറഞ്ഞേ, മങ്കാന, ഒരാളുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായാൽ അവൻ സ്വർഗത്തിലെത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വലിപ്പാണ്. നോക്കി നിങ്ങൾ, റസൂൽ പറയണേ, ഒരാൾ മരിച്ചാൽ, നോക്കൂ, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മാ മിൻ മുസ്ലിമിൻ യമൂതു, ഒരു മുസ്ലിം മരിച്ചു, ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശുഫിഉ ഫീഹി. ധാരങ്ങൾ, ഒരാൾ മരിച്ച് അയാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ 40 തൗഹീദുള്ള ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള 40 ആളുകൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ആ നിസ്കരിച്ചവരുടെ ശുപാർശ അല്ലാഹ് സ്വീകരിക്കാതിരിക്കൂല. എന്താ ശുപാർശ? മയ്യത്ത് നിസ്കാരം പറഞ്ഞ ശുപാർശയാണ്. എന്താ ശുപാർശ? അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ, വർഹംഹു, ഈ മയ്യത്തിനോട് നീ കരുണ കാണിക്കണേ. ഇത് ശുപാർശയാ. അത് അള്ളാഹ്ക്ക് സ്വീകരിക്കാതൊക്കെ വലിയ വലിയ തങ്ങന്മാരോ ഉസ്താദുമാരോ നിസ്കരിച്ചാൽ അള്ളാഹ് സ്വീകരിക്കുന്നല്ല പറഞ്ഞേ. തൗഹീദ് ഉള്ള 40 ആളും, ഏതെങ്കിലും മന്ത്രിമാരോ വലിയ നേതാക്കന്മാരോ വലിയ വലിയ ആൾക്കാരോ പറമ്പ് നിറയെ ഗ്രൗണ്ട് നിറയെ കടപ്പുറം നിറയെ ആൾക്കാർ നിസ്കരിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. തൗഹീദുള്ള 40 ആൾ ആ കൂട്ടത്തിലുണ്ടോ, അതിന്റെ ഫലം കിട്ടുന്ന പറഞ്ഞേ. അപ്പൊ മരിക്കണതിന് മുമ്പൊക്കെ സുഹൃത്തുക്കളോട് പറയാം, തൗഹീദുള്ള സുഹൃത്തുക്കളോട് പറയാം, ഞാൻ മരിച്ചെന്ന് പറഞ്ഞാലേ നിസ്കരിക്കാൻ വരണം കേട്ടോ. ഒരു 40 തൗഹീദുള്ള ആളെ കിട്ടിയാൽ അതൊരു കിട്ടല. അത് മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ സൗദി അറേബ്യന്റെ ഭരണാധികാരി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടല്ലോ, അത് പ്രധാന അല്ലേ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് നോക്കൂ, പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കുകയാണ്, വയഖ്റുജു മിനന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നി ശഈറത്തിൻ, ഒരിത്തിരി കുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിലേ അവൻ നരകത്തുനിന്ന് പുറത്തു കടക്കും, ഉറപ്പായിട്ടും പുറത്തു കടക്കും, ഓ സ്വർഗത്തിലെത്തും. പിന്നെ നരകത്തിൽ ആരാ ബാക്കിയാവുക എന്നറിയങ്ങള്? ആരാ നരകത്തിൽ ബാക്കിയാവുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തരി പോലും മനസ്സിലില്ലാത്ത, ശിർക്ക് ചെയ്ത് ശിർക്കിൽ വിശ്വസിച്ച് ശിർക്ക് ചെയ്ത് ജീവിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ഒരിക്കലും നരകത്തുനിന്ന് പുറത്തു കടക്കൂല. അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ഹറമല്ലാഹു അലൈഹി അൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട് എന്നാ. അവർക്ക് അല്ലാഹ് സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. മൂസാ നബി അല്ല, ഇബ്രാഹിം നബി തൻ്റെ ബാപ്പാക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാൻ്റെ അടുത്ത്. തൻ്റെ ബാപ്പ നരകത്തിലുള്ള ആൾക്കാരെ കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടപ്പോഴേ ഇബ്രാഹിം നബിക്ക് വലിയ സങ്കടമായി. അപ്പൊ ഇബ്രാഹിം നബി അള്ളാഹിനോട് പറയുന്നുണ്ട്, പടച്ചോനെ എൻ്റെ ബാപ്പാൻ്റെ കാര്യം. അപ്പൊ അള്ളാഹു ഇബ്രാഹിം നബീനോട് പറയുന്ന മറുപടി എന്താ അറിയോ? ഇബ്രാഹിമേ, ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഉണ്ട് റബ്ബേ. നിന്റെ ബാപ്പ ശിർക്ക് ചെയ്തല്ല ജീവിച്ചത്? അതേ റബ്ബേ. പിന്നെ എന്തിനാ ഇബ്രാഹിമേ വേണ്ടാത്തൊരു ചോദ്യം? പിന്നെ എന്തിനാ വേണ്ടാത്തൊരു ചോദ്യം? എന്നിട്ട് അല്ലാഹ് പറയാ, നോക്ക് എൻ്റെ കാലിന്റെ ചോട്ടൊക്കെ നോക്ക്. അപ്പൊ ഇബ്രാഹിം നബിന്റെ ബാപ്പ ഇബ്രാഹിം നബിന്റെ കാൽ ചൂട്ട് കടന്ന് ഇങ്ങനെ കരയാ ദയവിന് വേണ്ടി. പക്ഷേ അള്ളാഹുവിന്റെ മലക്കുകൾ അയാളെ ചങ്ങലകളിൽ കെട്ടി നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി തൂക്കി എറിയുന്നത് ഇബ്രാഹിം നബി കാണുകയാണ്. നാളെ പരലോകത്ത് നടക്കാൻ പോണ കാര്യം ഇത് റസൂലുള്ളാഹി പറഞ്ഞത് സ്വഹീഹായ ഹദീസായി സ്വഹീഹുൽ ബുഖാരിയിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ട ഹദീസാണ്. എന്ത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ നരകത്തിലാണ് കാലാകാലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള മനുഷ്യനാണോ അവൻ എന്തായാലും സ്വർഗത്തിലെത്തും അല്ലേ. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സംഗതി അതാ. ഒന്നുകൂടി ആലോചിച്ച കാണി, നമ്മുടെ പറമ്പാണോ, നമ്മുടെ കാറാണോ, നമ്മുടെ വീടാണോ, നമ്മുടെ സ്റ്റാറ്റസ് ആണോ, നമ്മുടെ ബാങ്ക് ബാലൻസ് ആണോ, നമ്മുടെ ജോലിയാണോ? ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനം ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരിക്കാൻ കഠിനമായി നമ്മൾ പ്രയത്നിക്കണം.
അതാണ് ബിലാലൊക്കെ അവസാനം മരുഭൂമിയിലൂടെ വലിച്ചഴിച്ചപ്പോഴും നെഞ്ചത്ത് കല്ല് കെട്ടിവെച്ച് ശരീരത്തിലെ തൊലിയൊക്കെ വെന്ത് മരുഭൂമിയിലൂടെ വലിച്ചഴക്കപ്പെട്ടപ്പോഴും മറന്നു പോകാതിരിക്കാൻ ശ്വാസത്തിന്റെ കൂടെ അഹദ് 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 എന്ന് ആവർത്തിച്ചത് എന്തിനാ നിങ്ങൾ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെടാതിരിക്കാൻ. അത് നഷ്ടപ്പെട്ട തീർന്ന് പിന്നെ ഈ ലോകത്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല, നമ്മുടേത് കഴിഞ്ഞ് തീർന്ന് പിന്നെ നരക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഗൗരവം, അതിൻ്റെ മഹത്വം, അതിൻ്റെ വലുപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തരങ്ങൾ പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയിലുള്ള യുവാക്കൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം മനസ്സിലാകുന്നില്ല. അത് അവരുടെ കുഴപ്പമല്ല, അവർക്കതാരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് പറയുന്ന വേദികളിൽ അവർ വരാറില്ല, അവർ കേൾക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെപ്പോലെ ഒരു മതം എന്നല്ലാതെ, മറ്റു വിശ്വാസങ്ങളെപ്പോലെ ഒരു വിശ്വാസം എന്നല്ലാതെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ പൊരുള് അത് അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് സർവമത സത്യവാദങ്ങളും ഈ മതം മാറിയുള്ള കല്യാണങ്ങളും ഇതൊക്കെ സാർവത്രികമാകാനുള്ള കാരണം എന്താ പറയുന്നത്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ അതിൻ്റെ പവിത്രത എന്താണ് എന്നോ ആ സമൂഹത്തിന് മനസ്സിലായിട്ടില്ല. ഓരോ കുറ്റം പറയണ്ട, അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട രക്ഷിതാക്കളോ ബന്ധപ്പെട്ടവരോ പുതിയ തലമുറക്ക് അത് കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതാ പ്രശ്നം. പണ്ടത്തെ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കണ്ടി, ഒരു നാട്ടില് ഒരു മതപ്രസംഗം നടക്കുന്നുണ്ടെങ്കിൽ 4 വിഷയം ഉണ്ടെങ്കിൽ 3 വിഷയം തൗഹീദുമായി ബന്ധപ്പെട്ടതേ. കാരണം നമ്മുടെ പൂർവികരായ നേതാക്കന്മാരൊക്കെ സ്ഥിരമായി പറഞ്ഞിരുന്ന വിഷയങ്ങളുണ്ട്, അത് മുഴുവനും തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് പദവ ഒരു മതപ്രസംഗം വെച്ചാൽ തന്നെ തൗഹീദ് വെക്കേണ്ട ആൾക്കാർ കുറയും. പിന്നെന്താ, നമുക്ക് മാതാപിതാക്കളോടുള്ള കടമ പറയാം, നാള് കൂടിക്കൊള്ളുന്നാലേ. അതുകൊണ്ട് എന്തായെന്നറിയോ, തൗഹീദ് അറിയുന്ന ആൾക്കാർ കുറഞ്ഞു വന്ന് തൗഹീദിന്റെ മഹത്വവും ഷിർക്കിന്റെ അപകടവും ആ അന്തരം പലർക്കും അറിയില്ല. അതിപ്പോ എന്താ, അതിപ്പോ നാട്ടിലെ കുറെ ആൾക്കാർ ഒരു നീർച്ചപ്പെട്ടിയേറ്റ് വരുമ്പോൾ നമ്മളൈക്ക് എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ ഓരെന്താ വിചാരിക്കുക, അതുകൊണ്ട് കടക്കട്ട 100 റുപ്യ എന്ന് ഇട്ട് കൊടുക്കാൻ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അറിയുന്നത്? ആ ചെയ്യുന്ന തെറ്റിന്റെ ഗൗരവം, അതിന്റെ വലുപ്പം നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ആ തിർക്കിന്റെ ഒരു തരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു അമലും പിന്നെ അള്ളാഹ്ക്ക് വേണ്ടെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയണേ, മുഹമ്മദ് നബിയെ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അതിലേറെ വർത്താനം എന്താ കേൾക്കാനുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവും പകലും അള്ളാനെ ആരാധിച്ച് അള്ളാന്റെ കൽപ്പന മുഴുവനും ജീവിതത്തിൽ പുലർത്തി ജീവിക്കുന്ന അശറഫുൽ ഖൽഖിനോട് അള്ളാഹ് പറയണേ, വലഖദ് ഊഹിയ ഇലൈക, നിനക്ക് ഞാൻ ഇതാ വഹി നൽകുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് ഈ പണിയെടുത്ത മുഴുവൻ പ്രവാചകന്മാർക്കും അവർക്കും ഈ വഹി കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയതൊന്നല്ല, എല്ലാവർക്കും കൊടുത്ത അടിസ്ഥാനപരമായ വഹിയാണ്. എന്താണ് വഹി എന്നറിയോ? ലഇൻ അശ്റക്ത, നിന്റെ ജീവിതത്തിൽ എങ്ങാനും ശിർക്ക് വന്നാൽ, ലഇൻ അശ്റക്ത, നിന്റെ ജീവിതത്തിൽ എങ്ങാനും ശിർക്ക് വന്നാൽ ലയഹ്ബതന്ന അമലുക, ഇതുവരെ നീ ചെയ്ത നിന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. അള്ളാഹ്ക്കത് വേണ്ട, അതിന്റെ ഒരു തരി പോലും അള്ളാഹ് സ്വീകരിക്കൂല. പിന്നെ കേന്ദ്രം നരകമാണെന്നാ. അത്രയും ഗൗരവമാണ് ഈ ശിർക്ക്, ചെറിയതല്ല. അതെന്താ അങ്ങനെ വിടാവുന്ന ഒരു സംഗതിയേ അല്ല. ശിർക്കും തൗഹീദും വേർതിരിച്ച് മനസ്സിലാക്കി അതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലേ ജീവിതം ഏറ്റവും വലിയ അപകടത്തിലാകും, ദുന്യാവിലും നാളെ പരലോകത്തും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് തീർത്തു പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നല്ല അവഗാഹം ഉണ്ടാവണം. അതിൻ്റെ അർത്ഥം അറിയണം, ആശയം അറിയണം, അതിൻ്റെ ഗൗരവം അറിയണം. നമുക്കത് പ്രശ്നമല്ല. ഇപ്പം അല്ലേ, മദ്രസയിലെ മഹല്ലിലെ ചില കുട്ടികളൊന്നും മദ്രസയിൽ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീടുകൾ കയറി ഒരു അന്വേഷണം നടത്തി. അപ്പോൾ ഒരാൾക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി സ്കൂൾ പോണതേ 20 കിലോമീറ്റർ അപ്പുറത്തെ സ്കൂളിലാണ് പോണത്.
അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ ഒരുപാട് സ്കൂളില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ സ്കൂളൊന്നും സ്റ്റാൻഡേർഡ് ഇല്ല, ഞാൻ അവിടെ ചേർത്തു പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടി മദ്രസയിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കുട്ടീനെ മദ്രസയിലേക്കാത്ത? അപ്പം അദ്ദേഹം പറഞ്ഞേ, അത് നമ്മളെ മദ്രസ 1 കിലോമീറ്റർ അപ്പുറത്താണ്, എൻ്റെ പേരൻ്റെ അടുത്ത് തന്നെ വേറെ മദ്രസ ഉണ്ട്, ഞാൻ അവിടെ ആക്കിയേക്കാണ്. അതാണെങ്കിലോ എല്ലാ വേണ്ടാത്തരം ഹദ്ദാദും റാത്തീബും കുത്തുബിയത്തും എല്ലാം നടക്കുന്ന മദ്രസ. 20 കിലോമീറ്റർ അപ്പുറം കുട്ടിയെ ചേർത്തേക്കാൻ മൂപ്പർ A+ കിട്ടാൻ വേണ്ടി. എന്നാൽ ഈ തൗഹീദ് കിട്ടാൻ വേണ്ടി രാവിലെ 1 കിലോമീറ്റർ അവനവൻ്റെ കുട്ടിയെ ഒരു തൗഹീദിന്റെ മദ്രസയിൽ പറഞ്ഞേക്കാനാ ബാപ്പാക്ക് തോന്നിയില്ല. അതിപ്പോ എന്താ, അവിടെ ചേർത്താ പോരെ, ഖുർആൻ പഠിച്ചാ പോരെ? ഖുർആനല്ല പഠിക്കണേ, അവിടെ തൗഹീദിന് വിരുദ്ധമായത് സകലതും പഠിപ്പിക്കപ്പെടും. അതിൽ നമ്മുടെ കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെയല്ലേ, എല്ലാം നോക്കും, പൈസ നോക്കും, ജോലി നോക്കും. ആകെ നോക്കാത്തത് സംഗതി നല്ല ജോലിയാണ്, നല്ല വരുമാനമാണ്, ഉത്സാഹം, പക്ഷെ ഒരു ചെറിയൊരു വിഷയമുള്ളൂ, അത് ഞാൻ സാരല്ലാന്ന് വെച്ചു. എന്താണ്? ഒരു ഖുറാഫി കുടുംബാണ്. അവനവന്റെ പെൺമക്കളെ ഇത്തരം ശിർക്കിന്റെ കൂടാരത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ നാളേക്ക് മറ്റന്നാൾ നിർബന്ധിതാവസ്ഥയിൽ ആണ്ടിനും നേർച്ചക്കുമൊക്കെ കൊടികുത്തി നേർച്ചക്കും ഈ മക്കള് പാത്രവുമായി വരി നിൽക്കേണ്ടി വരുമ്പോ നമ്മൾ റബ്ബിനോട് പറയേണ്ടി വരും ശിർക്കിന്റെ ആലയത്തിലേക്ക് വിട്ടതിന്റെ അപകടത്തെ പറ്റി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറുതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് തമാശക്ക് വിടേണ്ട സംഗതിയല്ല. അള്ളാഹു നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാ. ഇക്കണ്ട സൗകര്യങ്ങളൊക്കെ തന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാ. എന്നിട്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നിസ്സാരവൽക്കരിച്ചാലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്, കേൾക്കണം, സഹാബത്തിനോട് പ്രവാചകൻ പ്രസംഗിക്കുകയാണ്. സഹാബത്തിനോട്, ഞാപ്പത് എരഞ്ഞിക്കൽ പള്ളിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാ മൗലവി നേരം കളയുന്നത്, ഞങ്ങളൊക്കെ കൊല്ലങ്ങളായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്കും തൗഹീദൊക്കെ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരാ, ഞങ്ങളോട് എന്തിനാ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, അത് വല്ല ഏതെങ്കിലുമൊക്കെ ഖുറാഫാത്തിന്റെ സ്ഥലത്ത് പോയി പറയേണ്ടതല്ലേ? കേട്ടോളി. അൻ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അബൂ മൂസൽ അശ്അരി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും സ്ഥാനം കൊണ്ടും ഉന്നതനായ ഒരു സഹാബിയാണ്. നിങ്ങൾ ചരിത്രത്തിൽ ആ ഇസ്ലാമിക ഖിലാഫത്തിൽ ഉമറിന്റെ കാലശേഷം ഉണ്ടായ വിപ്ലവങ്ങളുണ്ടല്ലോ, അതിലൊക്കെ അബൂ മൂസൽ അശ്അരിന്റെ പേര് നമ്മൾ തോനെ കേൾക്കും. അത്ര വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയണേ, ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ. ഞാൻ ഇവിടെ ഒരു സത്യത്തിൽ അരഞ്ഞിക്കൽ പള്ളിയിൽ പ്രസംഗിക്കാനല്ല വരുന്നത് കേട്ടോ, നമുക്കങ്ങനെ ഹൃദയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. കാരണം ഈ പ്രദേശത്തൊക്കെ തൗഹീദിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. എവിടെയൊക്കെ ഇളക്കങ്ങളും അനക്കങ്ങളും ഉണ്ടാകുമ്പോഴും ആ തൗഹീദിന് ഒരു തരി അങ്ങോട്ടും ചായാതെ ചെരിയാതെ നിന്ന പ്രവേശമാണ്. ഇനിയുള്ള തലമുറകളും അങ്ങനെ തന്നെ നിൽക്കണം. അത് നിൽക്കണമെങ്കിൽ നമ്മളെ തൗഹീദ് അടുത്ത തലമുറക്ക് ഗൗരവത്തോടെ മറ്റേത് കാര്യത്തെക്കാളേറെ ഏറ്റവും വലിയ കാര്യം തൗഹീദ് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. മരിക്കണ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അങ്ങോട്ട് പറ്റണം, വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, അതിനു വേണ്ടി പറയാണ്. അപ്പൊ അബൂ മൂസൽ അശ്അരി പറയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു. ഖതബനാ, ഞങ്ങളോട്. ആരാണ് ഞങ്ങള്? ആരാ ഞങ്ങള്? സഹാബത്താണ്. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ജഅഫറും ത്വൽഹത്തും, അങ്ങനെ സ്വർഗം കിട്ടുമെന്ന് സന്തോഷ വാർത്ത ലഭിച്ച ആ സ്വഹാബത്തിരിക്കുന്ന സദസ്സിനോടെ റസൂല് സംസാരിക്കുക. ഫഖാല, റസൂൽ പറയണേ, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. ആരെ വിളിച്ചത്? തൻ്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനെ. അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്ര സമാനരാണെന്ന റസൂൽ പറഞ്ഞേ. അത്ര ഉന്നതമുള്ളവരാ സഹാബത്ത്. തൗഹീദ് അറിഞ്ഞവരാ, അത് പഠിച്ചവരാ, അതിനുവേണ്ടി നാട് വിട്ടവരാ, അതിനുവേണ്ടി കുടുംബത്തെ വിട്ടവരാ. ആ തൗഹീദിന് വേണ്ടി ബാപ്പയും മകനും തമ്മിൽ പൊരുതിയിട്ടുണ്ട്. ബാപ്പ മകനെ കൊന്നിട്ടുണ്ട്, മകൻ ബാപ്പയെ കൊന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അത് മനസ്സിലാക്കിയ സഹാബത്താ. ആ സഹാബത്തിനോട് റസൂൽ പറയണേ, എന്താ പറഞ്ഞറിയോ? ഇത്തഖൂ ഹാദ ശിർക, ഇത്തഖൂ ഹാദ ശിർക. സ്വഹാബത്തെ, നിങ്ങൾ ശിർക്കിനെ പേടിക്കണം കേട്ടോ, ശിർക്കിനെ പേടിക്കണം കേട്ടോ. ആരോട് നിങ്ങൾ ശിർക്കും തൗഹീദും മനസ്സിലാക്കി ആ തൗഹീദിന് വേണ്ടി നാടും വീടും ഉപേക്ഷിച്ച് പൊരുതിയ സഹാബത്തിനോടാ പറയണേ, സഹാബത്തെ ശിർക്കിനെ നിങ്ങൾ പേടിക്കണം കേട്ടോ. എന്താ കാരണം പറഞ്ഞറിയോ?
ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി. ഫഇന്നഹു, ഈ ശിർക്ക് എന്ന് പറഞ്ഞ സാധനം അഖ്ഫ, അത് വളരെ നിഗൂഢമായിട്ടാണ് വരിക. മിൻ ദബീബിൻ നംലി, ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ. ഇപ്പം നമ്മൾ ഇരിക്കുന്ന കാർപ്പറ്റിൽ ഒരു ഉറുമ്പ് ഇങ്ങനെ അരിച്ചു കൊണ്ടെങ്കിൽ നമ്മൾ ആരും അറിയില്ല, അതിന് ഒച്ച ഉണ്ടാവില്ല, തീപ്പൊരി പാറൂല, ആകപ്പാടെ കുലുങ്ങൂല, ഉറുമ്പ് പോണ അറിയണല്ല. അതുപോലെ നിങ്ങളറിയാതെ നിങ്ങളെ മനസ്സൊക്കെ ശിർക്ക് ഇങ്ങനെ കയറി വരും. എൻ്റെ ഒരു സുഹൃത്ത് സങ്കടം പറഞ്ഞേ, അയാൾ പുതിയൊരു വീടുണ്ടാക്കി. അയാളും അയാളുടെ ഭാര്യയൊക്കെ സ്കൂൾ അധ്യാപകരാണ്. നമ്മളെ മുജാഹിദ് പള്ളിയിൽ കുത്തുബൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വീടിൻ്റെ കുടിയിരിക്കലിൻ്റെ അന്ന്, അതായത് എന്താ പേര് പറയാം, വീട് കൂടലില്ല ഫസ്റ്റത്തെ അന്ന്, ഈ വീടിൻ്റെ ഉമ്മറപ്പടി തടഞ്ഞ് വീണുകാണ്ടേ ഈ ഗ്രഹനാഥൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി. അയാൾ അന്ന് തന്നെ ആശുപത്രിയിലായി. പിറ്റേന്നൊക്കെ ആയിട്ട് എന്തോ ഭക്ഷണത്തിൽ എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് അയാളെ 2-3 കുട്ടികളും ആശുപത്രിയിലായി. ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം എല്ലാവരും ആശുപത്രിയിൽ തന്നെ ഇടങ്ങേറായി. അതിലൊരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചത്രേ, അല്ല നമ്മൾ വീടിന് കുറ്റി അടിച്ചപ്പോൾ വാസ്തു നോക്കിയിട്ടില്ലേ ഇനിയൊന്ന്. അപ്പോൾ ഇയാൾ ചോദിച്ചത് എന്ത്? ഞങ്ങൾ ചോദിച്ചു, അല്ല നമ്മുടെ അയലോകത്തെ ചേച്ചി പറഞ്ഞേ ഈ വീടിന് കുറ്റി അടിക്കുമ്പോൾ വാസ്തു നോക്കിയില്ലെങ്കിൽ ഈ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത്രേ. അവർ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, അതുകൊണ്ടാവുമോ നോക്കി. നിങ്ങൾ എത്രയേ കാലമായി തൗഹീദിൻ്റെ ഖുത്ബ കേൾക്കുന്ന ഒരു സഹോദരിയുടെ മനസ്സിലേക്ക് ശിർക്ക് കയറി വന്ന വഴിയൊക്കെ നിങ്ങൾ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ വാക്കാണ്, റബ്ബേ എൻ്റെ ജീവിതത്തിൽ എന്ത് നീ തരുന്നുണ്ടോ അത് തടയാനും ഒരാളില്ല, നീ എന്താണോ തടഞ്ഞത് അത് തരാനും ഒരാളില്ല. ഈമാൻ കാര്യം 6, എൻ്റെ ജീവിതത്തിലെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് എന്ന തൗഹീദിൽ നിന്ന് വാസ്തു നോക്കാത്തത് കൊണ്ട് ആരുടെയോ ശാപകോപങ്ങളാണ് ഈ വീട്ടിൻ്റെ അപകടമെന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് ആ സഹോദരിയുടെ മനസ്സ് മാറാനേ ഒരു കൊല്ലൊന്നും വേണ്ടിയൊന്നുമില്ല, ഒരൊറ്റ വർത്താനം അല്ലേ. കാര്യപ്പെട്ട രോഗമുണ്ടായി, മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി നിങ്ങൾ വീട്ടിൽ പോയിക്കോളി, വല്ല പാലിയേറ്റീവിൻ്റെ ചികിത്സയൊക്കെ കൊടുത്തോളി എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കിടക്കുക. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, പറക്കമുറ്റാത്ത കുട്ടികൾ, ഒന്നും അറിയാത്ത വീട്ടിലെ ഭാര്യ അവിടെ ഇങ്ങനെ മരണത്തെ കാത്ത് കിടക്കുമ്പോഴാ ഒരാൾ വന്ന് പറയണേ, ഇഞ്ഞെന്താ മരിച്ചെന്നെ ഒരു കുളത്ത്. അപ്പം പറയണേ, എനിക്ക് ഈ മുജാഹിദാണ്, എനിക്ക് വിശ്വാസം ഉണ്ടാവില്ല, എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ നാട്ടിലെ ഒരു ദർഗുണ്ട്, അവിടെ ഇതുപോലത്തെ രോഗമുള്ള കുറേ ആൾക്കാർ പോയിട്ട് ഇപ്പം രോഗം മാറി ഞങ്ങളെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, എനിക്ക് ഞാൻ കാണിച്ചു തരാം. എന്താ നമ്മൾ പറയാം? അതേ ശിർക്ക് ചെയ്തിട്ട് എനിക്ക് ജീവിക്കണ്ട എന്ന് പറയോ? അതല്ല, എന്നാൽ ഒരു കാര്യം ചെയ്യും, ആരോടും പറയണ്ട, നാളെ രാവിലെ നമുക്കൊന്ന് പോയി നോക്കിയാലോ. എന്താ ഇക്കാരം നമ്മളെ ഉത്തരം? സാമ്പത്തികമായിട്ട് ഉയർന്ന തലത്തിലായിരിക്കെ പെട്ടെന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കടം കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാതെ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ച് പെരയിലിരിക്കുമ്പോൾ ഒരുത്തമെന്ന് പറയാ, അപ്പുറത്തൊരു തീർച്ചയുണ്ട്, അവിടെ എന്തേലും കൊടുത്താലേ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കും, ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷപ്പെട്ടിട്ട് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യാം? എനിക്ക് വേണ്ടറിയോ? അതല്ല ഒന്ന് പോയോക്കാന്ന് പറയോ? ശിർക്ക് അങ്ങനെ വരിക, നമ്മളോട് ചോദിച്ചിട്ടല്ലേ വരിക. ആന വരുന്നമാർക്ക് ആകെ തുമ്പിക്കൈയൊക്കെ അടിച്ചു കണ്ടല്ലേ വരിക. നമ്മൾ പോലും അറിയാതെ എന്താ അങ്ങനെ ആയാൽ. ബൈക്ക് വാങ്ങിയിട്ടല്ല, ഇന്നോവ കാറ് വാങ്ങിയിട്ടേ, നല്ല പൈസക്കാരനാ. ഇന്നോവ കാറ് വാങ്ങിയപ്പോഴേ സ്റ്റെയറിങ്ങിൻ്റെ താഴെ ഒരു പച്ച ശീലിയിൽ എന്തോ ഒരു സാധനം കെട്ടി വെച്ചിരിക്കുന്നത്. അത് ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒഴിവാക്കി കണ്ടിട്ട് പറഞ്ഞു. പിന്നെ 15 ദിവസം കഴിഞ്ഞ് കണ്ടപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. ഞാൻ ചോദിച്ചു അതെന്തോ ഒഴിവാക്കാൻ? ഏതോ തങ്ങളൊക്കെ കെട്ടിയതാണേ, അയാൾ ആദ്യത്തെ ഓണർ കെട്ടിയതാ, ഇതെന്തോ ഒഴിവാക്കാത്ത? എന്നോട് പറഞ്ഞേ അങ്ങനെ ഒഴിവാക്കാനൊക്കെ നോക്കീനി, പക്ഷെ കജ്ജിനൊരു വേറ. എൻ്റെ വേറ? അഥവാ അത് ഒഴിവാക്കി എന്തെങ്കിലും പറ്റിയാലോ കുരുത്തക്കേടേ. എൻ്റെ ജീവിതത്തിൽ അള്ളയല്ലാതെ യാതൊന്നും സംഭവിക്കൂല എന്നതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് പറയണേ, യാ അബ്ദല്ലാഹ്, ശ്രദ്ധിച്ചോണം, യാ അബ്ദല്ലാഹ്, ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരും ചേർന്ന് നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ച, ലോകത്തിലെ 800 കോടി മനുഷ്യന്മാർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയാണ്ട് എനിക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ, റസൂൽ പറയണേ, അള്ളാഹ് എന്താണോ നിശ്ചയിച്ചത് അതിനപ്പുറം
ഒരു നയാ പൈസ നിനക്ക് കിട്ടൂല. യാ അബ്ദുള്ള, ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരും കൂടി നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹ് എന്താണോ തീരുമാനിച്ചത് അതിനപ്പുറം ഒരു രോമം നിനക്ക് നഷ്ടപ്പെടൂല. അതായത് നന്മയാവട്ടെ തിന്മയാവട്ടെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആരുടെ തീരുമാനപ്രകാരം? അള്ളാന്റെ തീരുമാനം. ഒരു കുട്ടി ചെയ്ത്താനും ഒരു വലിയനും ഒരു ദർഗക്കും ഒരു ജാറത്തിനും ഒരു കുട്ടിച്ചാത്തനും ഒരു ബീവിക്കും എൻ്റെ ഒരു രോമത്തെ എൻ്റെ റബ്ബ് അറിയാതെ, റബ്ബിന്റെ അനുമതി ഇല്ലാതെ തൊടാൻ കഴിയില്ല. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് പറയണ റസൂല്, അതുകൊണ്ട് ഇദാ സഅൽത, ശ്രദ്ധിക്കണം, ഇദാ സഅൽത, എന്തെങ്കിലും ഒരാവശ്യം നിനക്കുണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ ഫസ്അലില്ലാഹ്, അള്ളാനോട് ചോദിച്ചോ. അള്ളാഹ്ക്കല്ലാതെ വേറെ ഒരാൾക്കും നിന്റെ ജീവിതത്തിൽ ഒന്നും തരാൻ കഴിയില്ല. ഇദസ്തഅൻത, എന്തെങ്കിലും ഒരു വിപത്ത്, അപകടം, പേടി, രക്ഷ തേടുന്നുണ്ടെങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, നീ അള്ളാഹുവിനോട് അഭയം തേടിക്കോന്ന്. എന്തേലും വേണോ അള്ളാഹിനോട് ചോദിച്ചോ. എന്തെങ്കിലും രക്ഷപ്പെടണോ അള്ളാഹുവെ രക്ഷിക്കണേ എന്നല്ലാതെ വേറെ ആർക്കും അള്ളാഹു അധികാരം കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു അല്ലാത്ത ഒരാരാധ്യൻ എനിക്ക് ഇല്ല. എന്താ ആരാധ്യൻ? ഇലാഹ് എന്ന അർത്ഥം എന്താ? ആരെയാണോ ഞാൻ ആരാധിക്കുന്നത് അവനാകുന്നു ഇലാഹ്. എന്താ ആരാധന പറഞ്ഞാൽ? ആരാധന എന്ന് പറഞ്ഞാൽ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. എന്താ പ്രാർത്ഥന? അഭൗതികമായ രീതിയിൽ എനിക്ക് ഗുണം കിട്ടും, എനിക്ക് ദോഷം സംഭവിക്കും എന്ന് ഞാൻ എന്തിനെ ഭയപ്പെടുന്നോ അത് ആരാധനയാണ്. ഒരു കബറുണ്ട്, എല്ലാവരും ആരാധിക്കുന്ന കബറാ, എനിക്ക് വിശ്വാസമല്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആരോ പറഞ്ഞേ അവിടെ പോകണ്ട, കുട്ടിക്കളിയല്ല, അതിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോയിക്കോ, ഞാൻ മടക്കത്തൊക്കെ കഴിച്ചിട്ട് കണ്ട് ദേശം പേടിച്ചാൻ പോയാൽ അത് ആരാധനയാണ്. എന്താ നിങ്ങൾ ആ കബറിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് അഭൗതികമായിട്ട് എന്നെ ശിക്ഷിക്കുവാനോ എന്നെ ഉപദ്രവിക്കുവാനോ സാധിക്കുമെന്ന ഒരു നേരിയ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ശിർക്ക് എന്നാണ്. അതാണ് തൗഹീദും ശിർക്കുള്ള വ്യത്യാസം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സാർവത്രികാവുക. അത് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കൽ? എന്തെങ്കിലും കിട്ടാൻ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ, അതല്ലേ? സ്വർഗം കിട്ടാൻ, നരകത്ത് പോകാതിരിക്കാൻ, നല്ലതുണ്ടാവാൻ, ചീത്ത ഉണ്ടാവാതിരിക്കാൻ, അതിനുള്ള പ്രാർത്ഥന. ഈ സംഗതികൾ അല്ലാഹ് തരിക, അള്ളാഹിനോട് ചോദിക്കുക എന്നല്ലാതെ വേറെ ആരും അല്ലാഹ് അത് ചുമതലപ്പെടുത്തിയിട്ടില്ല. നോക്കൂ, ഞാനേ ഒരായത്ത് ഓതി കേൾപ്പിച്ചില്ല, നിങ്ങളെ സമയത്തിൻ്റെ പ്രശ്നമില്ല. ഞാൻ ആയത്ത് ഓതി കേൾപ്പിച്ചത് ആയത്ത് എന്താ? നിങ്ങൾ എന്താ ആയത്ത് ഓതിയത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആയത്തല്ല. നിങ്ങൾക്കറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം. സൂറത്തുൽ ബഖറയിലെ 183, 184, 185, 187. ഒന്നുകൂടി 183, 184, 185, 187. ഈ 4 ആയത്തുകളിലാണ് അള്ളാഹു റമളാനും നോമ്പും അതിൻ്റെ മര്യാദകളും അതിൻ്റെ ഹുക്കുമുകളും അതിൻ്റെ പ്രായശ്ചിത്തകളും ഒക്കെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ ഈ ഈ ഈ 4 ആയത്തുകളിൽ കൂടിയാണ്. 83, 183, 184, 185, 187. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഏതാ ശ്രദ്ധിച്ചേ? ഇതിൻ്റെ ഇടയ്ക്കൊരായത്തുണ്ട് അല്ലേ? 186. ഈ 186ാമത്തെ ആയത്ത് ഈ നോമ്പുമായിട്ടോ അതിൻ്റെ മര്യാദകളുമായിട്ടോ ബന്ധപ്പെട്ട ആയത്തല്ല, എന്നാൽ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോമ്പിൻ്റെ മര്യാദകൾ പറയുന്ന ആയത്തുകൾക്കിടയിൽ എന്തിനാ ഇങ്ങനെ ഒരു ആയത്ത് അള്ളാഹ് വെച്ചു കൊടുത്ത്? ആയത്ത് ഏതാ നിങ്ങൾ? നമുക്കെല്ലാവർക്കും സുപരിചിതമായ തൗഹീദിൻ്റെ ബേസ് എന്ന് പറയാവുന്ന ആയത്താണ്. ഏതായത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അതാണ് ആയത്ത്. 183 കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധാക്കി. 184 ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടക്കാണ്
186 ആയത്തായിട്ട് അല്ലാഹു തആല പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്താ അർത്ഥം? മുഹമ്മദ് നബിയെ, നബിയോടാ പറയണേ, മുഹമ്മദ് നബിയെ, എൻ്റെ അടിമകൾ നിന്നോട് ചോദിക്കുക. എന്താ ചോദിക്കണേ? അള്ളാഹു എവിടെയാണ്? ഞങ്ങൾ പറഞ്ഞാൽ അള്ളാഹ് കേൾക്കുവോ? ഞങ്ങൾ എങ്ങനെയാ അള്ളാഹിനോട് പറയുക? ഞങ്ങൾ പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിക്കുവോ? ആളുകൾക്ക് ആശങ്ക ഉണ്ടാവും. അപ്പൊ അവര് അള്ളാഹുവിനെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ എന്താ മറുപടി? ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ ഏറ്റവും അടുത്തുണ്ട്. ഏറ്റവും അടുത്തുണ്ട്. വേറെ ആരൊക്കെ? നമ്മളിപ്പോ പെട്ടെന്നൊരു വേദന വന്നാൽ ആരെ വിളിക്കുക? അവൻ്റെ മോന്നാ വിളിക്കുക, അമ്മ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്തുള്ള ആൾ അമ്മ. ആ ഉമ്മ നമ്മുടെ ജീവിതത്തിന്റെ എത്ര അടുത്താണോ അതിനേക്കാൾ അടുത്താണ് അല്ലാഹ്. ഇതാ ഇവിടെ ജീവനാടി, ഇവിടെ സാധനമുണ്ട്, കൈകൊണ്ട് ശരിക്കും അമർത്തിയുണ്ടല്ലോ, ജീവനെ തൊട്ടതുപോലെ കണ്ണൊക്കെ പുറത്തേക്ക് വരും. ആ ജീവനാടിയോളം അതിനേക്കാൾ അടുത്ത് അള്ളാഹ് നമ്മളെ അടുത്തുണ്ട്. നമ്മളെ കണ്ടും നമ്മളെ കേട്ടും നമ്മളെ അറിഞ്ഞും നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയും നമ്മുടെ കഴിവും നമ്മുടെ കഴിവുകേടും നമ്മൾ മറച്ചു വെക്കുന്നതും നമ്മൾ വെളിവാക്കുന്നതും ഒക്കെ അറിഞ്ഞ് നമ്മുടെ മുമ്പിൽ പച്ചക്ക് മുഴുവനും കണ്ട് അള്ളാഹ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുമ്പിൽ ഇന്നി ഖരീബ്, ഞാൻ അവരുടെ ഏറ്റവും അടുത്തുണ്ട്. അത് എന്തിനാ പറഞ്ഞാലോ? ബാക്കി നോക്കി, ഉജീബു, ശ്രദ്ധിക്കണം കേട്ടോ. ഉജീബു, ഞാൻ ഉത്തരം നൽകും. അജാബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകിയെന്ന, ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം എന്നാ. ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത ദാഇ, ദഅവത്ത് എന്ന് പറഞ്ഞാൽ വിളി, ക്ഷണം, അതിനൊക്കെ പറയുന്ന പേരാ ദഅവത്ത്. ദാഇ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നവൻ, ക്ഷണിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ ദഅവത ദാഇ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത ദാഇ, വിളിക്കുന്നവന്റെ വിളിക്ക്. എങ്ങനെയാണെങ്കിൽ ഇതാ ദഅാനി, അവൻ എന്നെ വിളിച്ചാൽ, അവൻ എന്നെ, ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, അവൻ എന്നെ വിളിച്ചാൽ, അല്ലാഹുവേ എന്ന് വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ അവന് ഉത്തരം നൽകും. അതുകൊണ്ട് ഫൽയസ്തജീബൂ ലീ, അവർ എന്നിൽ നിന്ന് ഉത്തരം തേടിക്കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൻ്റെ കഷ്ടപ്പാടുകൾ, എന്ത് പരിഹാരമാണ് വേണ്ടത്, അവർ എന്നിൽ നിന്ന് തേടിക്കൊള്ളട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകുന്ന അല്ലാഹ് പറഞ്ഞേ. എന്താണ് ഈ പറഞ്ഞേ? അത് നിങ്ങൾക്ക് കടണ്ടോ? ഞാനത് ആ ദർഗിയിലൊരു വലിയുണ്ട്, ഞാൻ അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങളെ കടത്തിൻ്റെ കാര്യമൊക്കെ മൂപ്പരോട് പറഞ്ഞങ്ങാണ്ടേ, മൂപ്പരേക്കൊന്ന് പരിഹാരം വാങ്ങിക്കോളി. മക്കളെ കെട്ടിക്കാൻ വേണ്ടി, മക്കളെ കെട്ടിക്കുകയാണെങ്കിൽ ഇന്ന ദർഗിയിലൊരു വലിയുണ്ട്, ഞാൻ മൂപ്പറെ ഏൽപ്പിച്ചിരിക്കുന്നത്, അവിടെ പോയിട്ട് പറഞ്ഞു വാങ്ങിക്കോളി. രോഗം മാറാൻ വേണ്ടേ, രോഗം മാറാനാണെങ്കിൽ ഇതാ CM മടവൂര്, അവിടെ പോയിട്ട് മൂപ്പരോട് ചോദിച്ചോളി, അത് ഞാൻ മൂപ്പറെ ഏൽപ്പിച്ചത്, മൂപ്പരോട് പറഞ്ഞാൽ മതി, മൂപ്പര് ശരിയാക്കി തരും എന്നാണ് അല്ലാഹ് പറഞ്ഞത്. എന്താ അല്ലാഹ് ആയത്ത് പറഞ്ഞേ? ഞാൻ എൻ്റെ അടിമയുടെ ഏറ്റവും അടുത്ത്, ആ അടുത്തുള്ള എന്നോട് ആര് എന്നോട് ചോദിക്കുന്നുവോ അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ആർക്കാ ഉത്തരം വേണ്ടി? എന്നോട് ചോദിച്ചോളി. ഫൽയസ്തജീബൂലി, എന്നിൽ നിന്ന് ഉത്തരം തേടിക്കോളി എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് ആ അല്ലാഹനെ മാറ്റി വെച്ചിട്ട് പിന്നെ ആരോടാ നമ്മൾ ചോദിക്കണ്ടേ? ആർക്കാ നമുക്ക് ഉത്തരം തരാൻ കഴിയുക? നമ്മുടെ ജീവിതത്തില് ഒരു രോമകൂപം പോലും അല്ലാഹു തന്നതാണ് എന്നിരിക്കെ അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാര്, ജനങ്ങൾ പലരെ വിളിക്കുന്നുണ്ട്. ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പുറത്തുള്ള പാട നോമ്പാണല്ലോ. നമ്മൾ കാരക്കൻ തരുന്നല്ലോ, കാരക്ക ഇങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോഴേ ആ കാരക്കന്റെ കുരുവിന്റെ പുറത്ത് പ്ലാസ്റ്റിക് ചെറിയൊരു പാടുണ്ടാവും. ഒന്നിനും പറ്റാത്തൊരു സാധനമാണ് പാട. ആ പാട പോലും ഈ ലോകത്ത് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾ കേട്ടുകണം അല്ലേ? എത്ര ഭംഗിയായിട്ടാ അള്ളാഹു കാര്യങ്ങൾ പറഞ്ഞേ. അതുകൊണ്ട് നമ്മളൊക്കെ വിശ്വാസത്തിൽ ശിർക്ക് കയറി വരുന്നത് എവിടുന്നാന്ന് അറിയില്ല. കുട്ടിൻ്റെ കയ്യുമേ, മുജാഹിദ് വരിയിൽ വരുന്ന കുട്ടിൻ്റെ കയ്യുമേ കറുത്ത ചരട്. എന്താണ് ചരട്? ഒന്നുമില്ല സാറേ, ഒന്നുമില്ലാതെ ചരട്. അത് എന്താ അറിയോ? ഓൻ്റെ ഒപ്പം കുറച്ച് കുട്ടികളുണ്ട്, ഓല് പറഞ്ഞേക്കുക ഇത് എന്തോ ഒരു ഉസ്താദിൻ്റെ നൂലാത്രയാണ്, പരീക്ഷയ്ക്ക് ഇത് കെട്ടിയാൽ
ഉത്തരം ഇങ്ങനെ പേനമ്മങ്ങനെ വാർന്നു വരുന്ന ഇതാ കുട്ടി ഇത് കെട്ടിയേക്കുക, ഇത് കെട്ടി. വളരെ പ്രമാണിയായ ഒരു കോൺട്രാക്ടർ, ഉയർന്ന തലത്തിലുള്ള ഒരു കോൺട്രാക്ടറുടെ വീട്ടിൽ ചെന്നപ്പോഴേ മേശപ്പുറത്തുനിന്ന് ഒരു പേപ്പർ വെയിറ്റ് എന്നോട് ഞാൻ നിർത്തി പറഞ്ഞു, അതിനെന്ത് വിലയോ നിങ്ങൾക്ക് അറിയിച്ചു. ഞാൻ പറഞ്ഞു എന്ത് വില? ഒരു 250-300. അപ്പം എന്നോട് പറഞ്ഞു 75,000 വില. 75,000. ഞാൻ ചിരിച്ച്. അപ്പം ഇത് പറഞ്ഞേ, ഇത് വെറും പേപ്പർ വെയിറ്റ് അല്ല, ഇതൊരു ബർക്കത്താണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ വെച്ചാൽ ഈ റൂമിൽ ബർക്കത്തുണ്ടാവും അല്ലേ. വലിയ പണക്കാരനായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ബന്ധു ഒരു വണ്ടി കച്ചവടക്കാരനാണ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ. ഈ വലിയ പണക്കാരനായ ഇയാൾ ഈ വണ്ടി കച്ചവടം ചെയ്യുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു, എൻ്റെ കൂടെ വാ, ഒരു കാറ് വാങ്ങാണ്ട്. ആലുവക്ക പോണേ, അവിടെ ഒരു തെരീക്കത്തിൻ്റെ വലിയ ഷെയ്ഖുണ്ട്, അയാളെ പേരൻ്റെ മുറ്റത്ത് ഒരിക്കലും ഓടാത്തൊരു ബെൻസ് കാറുണ്ട്, അത് ഇയാൾ വാങ്ങാൻ പോവുക വലിയ പേർക്ക്. അപ്പോൾ ഈ വണ്ടി കച്ചവടക്കാരൻ പറഞ്ഞോലോ, കാക്ക അതൊന്നിനും പറ്റൂല, അത് ഓടൂല, അതിൻ്റെ പാർട്സ് കിട്ടൂല, തൂക്കി വിറ്റാലും കൂടി ആർക്കും വേണ്ടാത്ത കാറാണ്. ഹേയ് ബർക്കത്താണ് പറഞ്ഞു. എന്നിട്ട് വേറെ വണ്ടിക്ക് വലിച്ച് കെട്ടിയിട്ട് ഇയാളെ വീടിൻ്റെ മെയിൻ പോർച്ചിൽ ആ വണ്ടി നിർത്തിയിട്ടേക്കുക. ഇപ്പം അയാളെ ശരിക്കുള്ള കാറ് മുറ്റത്ത് വെയിലും കൊണ്ട് കിടക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ബർക്കത്തുണ്ടോല്ലോ ഈ കാറിന്? മനുഷ്യനെ പറ്റിക്കാൻ, ഒരു മനുഷ്യനെ പറ്റിക്കാൻ ശിർക്കിനോളം പറ്റിയൊരു മാർഗം ലോകത്ത് വേറല്ല. ഏത് മനുഷ്യനും വീണു പോകും. ആത്മീയതയിൽ തൊട്ട് കളിച്ചാണ്ടല്ലോ, ബാക്കി ചിലപ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, പക്ഷെ ആത്മീയതയിൽ തൊട്ട് നമ്മളെ അതുകൊണ്ടാണ് കള്ളമുടിയും കള്ളപ്പൊടിയും കള്ളത്തൊരീക്കത്തും കള്ള ഔലിയാക്കളും കള്ളക്കഥകളും ഈ ലോകത്ത് നിറഞ്ഞാടിയത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്ന ആൾക്കാർ കുറഞ്ഞു വന്ന്, അതില്ല, അത് പറയുന്ന ആൾക്കാരും കുറഞ്ഞ്, അത് പഠിപ്പിക്കുന്ന ആൾക്കാരും കുറഞ്ഞ്. ശിർക്ക് അടിമുടി നമ്മളെ വീട്ടിലൊക്കെ കയറി വരുത്, നമ്മളറിയില്ലെങ്കിലും. ഗൾഫിൽ നിന്ന് തൗഹീദ് പഠിച്ചു വന്ന ഒരാൾ, അയാൾ പറയണേ, അയാൾ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പച്ച ഒല്ലിയൊക്കെ ഇട്ട ഒരാൾ വന്നോലോ, ഉള്ളാളത്തേക്ക് നീർച്ചക്ക് പോവുകയാണ്, എന്തേലും ഉണ്ടെങ്കിൽ തന്നോളിയും പറഞ്ഞോലോ. അപ്പോൾ ഇയാൾ പറഞ്ഞോലോ, എൻ്റെ നീർച്ച ഞാൻ തന്നെ വീട്ടിലുണ്ട്, അത് പടച്ചോനാണ്, ഉള്ളാളത്തേക്കല്ല, ഇത് പൊയ്ക്കോ പറഞ്ഞോലോ. കുറച്ച് കഴിഞ്ഞ് ഇയാളിങ്ങനെ എന്തോ പുറത്തു പോയിക്കൊണ്ടല്ലോ, ഇയാൾ അടുക്കളൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ പോണ്. അപ്പോൾ ഭാര്യ ഇയാൾ പുറകെ നോക്കി, അപ്പോണ്ടല്ലോ ഭാര്യ 500 നോട്ടായിട്ട് നിൽക്കണം അടുക്കള വാതിൽക്കേ. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, അതൊക്കെ വലിയ വലിയ ആൾക്കാരാ, ഓലൊക്കെ അങ്ങനെ പറഞ്ഞു വിട്ടാലേ കുരുത്തക്കേട് തൊട്ടും, 500 റുപ്യ കൊടുക്കാൻ നിൽക്കുക മൂപ്പർക്ക്. തൗഹീദിൻ്റെ കുറവാണ്. എന്ത് കുരുത്തക്കേട്? ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്താന്ന് 5 നേരം പറയുന്ന ഒരാൾക്ക് പിന്നെ ദുനിയാവിൽ ആരെ സുഹൃത്തെ പേടിക്കണ്ടേ? എന്ത് വിശ്വാസം? നമ്മളെ വിശ്വാസം അല്ലേ? അപ്പൊ തൗഹീദ് ശരിക്കും മനസ്സിലാക്കിയ, അതുകൊണ്ടുള്ള ഗുണന്തരങ്ങൾ പരലോകത്ത് സ്വർഗം. ഇവിടെ എന്താ ഗുണന്തരങ്ങൾ? ധൈര്യം, ആത്മധൈര്യം. മറ്റേ പേടിയാ, മരത്തിനെ പേടി, പാമ്പിനെ പേടി, പാറനെ പേടി, കല്ല് അതാകും ആകെ പേടിയല്ലേ. തൗഹീദുള്ളവന് ധൈര്യമാണ്. ഞാൻ ഇപ്പം രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, ഉമ്മരപ്പടിമേ കുറച്ച് മഞ്ഞൾപ്പൊടി, ചെമ്പിൻ്റെ തകിട്, 4 ആണി, ചെമ്പരത്തിപ്പൂവ്, ഒരു കോയിൻ്റെ തല. പടച്ചോനെ ആരോ ചെയ്തിരിക്കണല്ലോ, എന്താ കാട്ടുക? അടിച്ചു അരികൾ തെങ്ങിൻ്റെ കൊടുക്കാൻ ഇടുക. എന്താണ്? ആര് ചെയ്താലും അള്ള എന്താണോ എനിക്ക് തീരുമാനിച്ചത് അതല്ലാതെ ഒരു തരി എനിക്കൊരു വസ്തു പറ്റില്ല. അതാ അള്ള പറഞ്ഞേ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. കേട്ടോ? ശരിക്കുള്ള വിശ്വാസം സ്വീകരിക്കുക, അതിൻ്റെ കൂടെ ശിർക്കിൻ്റെ തരി പോലും വെക്കാതെക്കുക. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് ഈ ലോകത്ത് നിർഭയത്തുണ്ടാവുക. പേടി ഉണ്ടാവില്ല അവർക്ക്. എന്തിനും പേടി ഉണ്ടാവില്ല. മറ്റത് തൊട്ടതൊക്കെ പേടിയേക്കാരം. അവിടുന്ന് പറ്റുമോ, ഇവിടുന്ന് പറ്റുമോ, ഇവിടുന്ന് പറ്റുമോ, അവിടുന്ന് പറ്റുമോ, പാറി പറ്റുമോ, പറന്ന് പറ്റുമോ, ആക്കെ പേടിയേക്കാരം. എല്ലാത്തിനും പേടിയേക്കാരം. തൗഹീദുള്ളവരെ ധൈര്യ, ആത്മധൈര്യത്തിൻ്റെ മന്ത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ശരിക്ക് പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പുലർത്തുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ലാ ഇലാഹ ഇല്ലല്ലയാണ് എന്ന് മനസ്സിലാക്കി നമ്മളെ കുടുംബത്തെ ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ വളർത്താനും ഒരുമിപ്പിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ എല്ലാ നന്മകളും ഏറ്റവും നന്നായി പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സംഭവിച്ചു പോയ അബദ്ധങ്ങളൊക്കെയും
അർഹമുറാഹിമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലും ഈ റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും സ്വന്തമാക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ സമ്മാനം ലഭിക്കുന്ന ലോകത്തിലെ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വലിയ രോഗത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരന്മാർ വീടുകളിൽ, ആശുപത്രികളിലൊക്കെ അള്ളാഹു അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരോട് കൂടെ ഒത്തുചേരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ നന്നായി നോക്കുന്ന നല്ല മക്കളാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യങ്ങളിലാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമുക്ക് താങ്ങാവുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി ആ മക്കളെ വളർത്താൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. റമദാൻ